Morning all. Good morning, ma'am. Good morning, ma'am. Okay, നമ്മള് കഴിഞ്ഞ ദിവസത്തെ വായിച്ചു നോക്കിയായിരുന്നോ? ഓക്കെ, നമ്മൾ എവിടെ വരെയായിട്ട് നിർത്തിയത്? അതായത് അപ്പാരന്റ് കണ്ടീഷനിങ് തുടങ്ങി നെക്സ്റ്റ് എടുക്കണം അല്ലേ? നിങ്ങൾ വായിച്ചതിനെ ശ്രമിക്കുക. കാരണം ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിലും അത് ഗ്രഹിച്ച് തന്നെ പോകേണ്ടതാണ്. അപ്പൊ പരമാവധി തന്നെ വായിച്ചു പോകാനായിട്ട് തന്നെ ശ്രമിക്കും. നമുക്കിപ്പോ നെക്സ്റ്റ് എടുക്കാനുള്ളത് അല്ലെ, സൈക്കോളജിക്കൽ ആയിട്ടുള്ള കുറെ കാര്യങ്ങളാണ് അല്ലെ. നമ്മുടെ പെരുമാറ്റ രീതിയിൽ നിന്ന് പഠിക്കുന്ന ലേൺ ചെയ്യുന്ന കുറെ ഘടകങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി നെക്സ്റ്റ് നോക്കാനുള്ളതും അങ്ങനെ തന്നെയുള്ള ഒരു പെരുമാറ്റ രീതിയിൽ നിന്ന് പഠിക്കുന്നതാണ്. നോക്കാം പാരന്റ് കണ്ടീഷനിങ്. അതായത് നമ്മളിപ്പോ പ്രധാനമായിട്ട് ഇപ്പൊ ഇൻ കേസ് ഞാനൊരു എക്സാമ്പിൾ സഹിതം സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ പക്ഷേ എനിക്കത് മനസ്സിലാക്കി എടുക്കാൻ എളുപ്പമായിരിക്കും. ഓക്കെ, ഒരു സ്കൂൾ ടൈമുകളിൽ അല്ലെങ്കിൽ കോളേജ് ടൈമുകളിലൊക്കെ നമുക്കറിയാം നല്ല പ്രധാനപ്പെട്ട പ്രൊഫസേഴ്സ് ഒക്കെ വന്നുകൊണ്ട് കുറെ ക്വസ്റ്റ്യൻസ് ചോദിക്കും അല്ലെ. ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ ആരെങ്കിലൊക്കെ കുറച്ചുപേര് കൃത്യമായിട്ട് അറിയാവുന്നവരാണ് എങ്കിൽ അവര് മറുപടികൾ പറയും. ഓക്കെ, അപ്പോ സാറിന് അറിയാനായിട്ട് സാധിക്കും ഓക്കെ ഇന്ന പേഴ്സൺസിനൊക്കെ അത്യാവശ്യം നോളജ് ഉണ്ട് അല്ലെ, ചില കാര്യങ്ങളെ കുറിച്ചിട്ട് അറിവുണ്ട് എന്ന് പറയും. അപ്പൊ തീർച്ചയായിട്ടും അവരിൽ നിന്ന് റെസ്പോണ്ട് ചെയ്തിരിക്കുന്ന ആ മറുപടിയിൽ നിന്നാണ് ആ വ്യക്തികളെ തിരിച്ചറിയുന്നത് അല്ലേ. അങ്ങനെയല്ലേ? അതായത് സൈലന്റ് ആയിട്ടിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. ചിലപ്പോൾ ഒരുപക്ഷെ അവർക്ക് അറിയാവുന്നവരുമായിരിക്കാം, പക്ഷെ അവർ റെസ്പോണ്ട് ചെയ്യുന്നില്ല അല്ലെ. അതേസമയം റെസ്പോണ്ട് ചെയ്യുന്ന അവര് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കൃത്യമായിട്ട് മറുപടി പറയുന്ന പേഴ്സൺസിനെ വിലയിരുത്തുന്നത് എന്തായിരിക്കും? ഓക്കെ, അവനെ സംബന്ധിച്ച് അത്യാവശ്യം അല്ലെ കൃത്യമായിട്ടുള്ള ആൻസർ ആണ് പറയണമെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് അത്യാവശ്യം അല്ലെ ആ കാൻഡിഡേറ്റിന് അത്യാവശ്യം നോളജ് ഉണ്ട് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അല്ലെ. ശരിയല്ലേ? ഓക്കെ, ഇൻ കേസ് ശരിയല്ലേ? റെസ്പോണ്ട് ചെയ്യുമ്പോൾ ആ വ്യക്തിക്ക് നോളജ് ഉണ്ടെന്നല്ലേ നമ്മൾ ഗ്രഹിക്കുക അല്ലേ? അല്ലേ? ഓക്കെ, പിന്നെ അതേപോലെ തന്നെ ഇപ്പൊ സാറ് കുറച്ചും കൂടി അങ്ങനെ ഓക്കെ അവനെ ഗ്രഹിക്കുന്നതിനോടൊപ്പം തന്നെ കുറച്ച് അപ്രീസിയേഷനുകളും കൊടുക്കുകയാണ്. ഒരു കൈയടിയും കൂടി കൊടുത്ത് അല്ലെങ്കിൽ അവന് എല്ലാവരുടെ മുമ്പിൽ പേരൊക്കെ എടുത്ത് പറഞ്ഞ അപ്രീസിയേറ്റ് ചെയ്യുമ്പോൾ എന്താണ് അവന് കുറച്ചും കൂടി അല്ലെ ഇതിൽ കൂടി നെക്സ്റ്റ് ക്ലാസ്സിലും ഞാൻ സാറ് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ആൻസർ പറയാനായിട്ട് ഒരു ടെൻഡൻസി അവർ ഫീൽ ചെയ്യും അല്ലെ. അതായത് അവന്റെ മൈൻഡിലേക്ക് ആ ഒരു അപ്രീസിയേഷൻ കുറച്ചും കൂടി എഫക്റ്റീവ് ആയിട്ട് വന്നു അല്ലെ. അത് അവന്റെ ബിഹേവിയറിൽ തന്നെ മാറ്റങ്ങൾ വരുത്തിയിരിക്കുന്നു. കാരണം നെക്സ്റ്റ് ഡേയിലും അവൻ എന്ത് ചെയ്യും, മറ്റുള്ളവരെ ചിലപ്പോൾ വേണമെങ്കിൽ പുസ്തകങ്ങളൊന്നും വായിക്കാതെ തന്നെയായിരിക്കും ചിലപ്പോൾ നെക്സ്റ്റ് ഡേയുടെ ക്ലാസ്സിന് വരുന്നത്. അതേസമയം ഈ വ്യക്തിക്ക് കുറച്ച് അപ്രീസിയേഷൻ കിട്ടിയേക്കാളും നാളെയും വലിയ ആളാവാൻ വേണ്ടിയിട്ട് അല്ലെ, അല്ലെങ്കിൽ നാളെ ഇച്ചിരി കൂടി അല്ലെ എല്ലാവരുടെയും ഉള്ളിൽ ഒരു പ്രീതി കിട്ടാൻ വേണ്ടിയിട്ട് എന്താണ് അവൻ ഇച്ചിരി കൂടി പ്രിപ്പയർ ചെയ്ത് വരാനായിട്ടുള്ള ടെൻഡൻസി ഉണ്ടാവും. അപ്പൊ രണ്ട് കാര്യങ്ങളാണ് ഇവിടെ പ്രധാനമായിട്ട് വരുന്നത്. ഫസ്റ്റ്ലി ആ വ്യക്തിയിൽ നിന്ന് ആൻസർ പറഞ്ഞ കുട്ടിയിൽ നിന്ന് വരുന്ന റെസ്പോണ്ടിൽ നിന്നാണ് ആ വ്യക്തിയുടെ ബിഹേവിയർ തിരിച്ചറിയുന്നത്. അതായത് അവരുടെ പെരുമാറ്റ രീതി, അതായത് ആ കുട്ടി ഓക്കെയാണ് നോളജ് ഉള്ള വ്യക്തിയാണെന്ന് തിരിച്ചറിയുന്നു. മറ്റൊന്ന് അവനൊരു പോസിറ്റീവ് എനർജി കൊടുക്കുന്നുണ്ട്. കാരണം അവൻ അപ്രീസിയേറ്റ് ചെയ്യുമ്പോൾ നെക്സ്റ്റ് ഡേയും അവൻ പ്രിപ്പയർ ചെയ്ത് വരാനായിട്ടുള്ള ഒരു പോസിറ്റീവ് എനർജി കൊടുക്കുന്നു. ഓക്കെ, നമ്മൾ ഇനി പഠിക്കാൻ പോകുന്ന കാര്യത്തിലും ഏതാണ്ട് അങ്ങനെയൊക്കെയുള്ള ഒരു നിലപാടാണ്. അതായത് പ്രവൃത്തിയിൽ നിന്ന് ഫലത്തിൽ നിന്ന് ബിഹേവിയർ തിരിച്ചറിയുന്നതാണ്. ഓരോ വ്യക്തിയെ കുറിച്ചിട്ടുള്ള പെരുമാറ്റ രീതികൾ തിരിച്ചറിയുന്നതാണ് എന്തെന്ന് പറയുന്നത് അപ്പാരന്റ് കണ്ടീഷനിങ് എന്ന് പറയുന്നത്. അതായത് ആ വ്യക്തി പ്രകടമാക്കുന്ന പ്രവൃത്തിയിൽ നിന്നും ആ വ്യക്തിയെ കുറിച്ചിട്ട് മനസ്സിലാക്കിയെടുക്കുക, ലേൺ ചെയ്തെടുക്കുക. ഓക്കെ, ക്ലിയർ ആവുന്നുണ്ടോ? ഞാനിപ്പോ ജസ്റ്റ് ഇതിലേക്ക് പോവാം. Apparent is defined as a behavior that produce effects. Okay, അതായത് പ്രതിഫലം എന്താണ് എഫക്ട്, അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്താണോ അതിൽ നിന്നാണ് എന്താണ് അപ്പാരന്റ് കണ്ടീഷനിങ് ഡിഫൈൻ ചെയ്യുന്നത്, അത് നിർവചനം വരുന്നത്. അതായത് ഒരു പെരുമാറ്റ രീതിയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിൽ നിന്ന് ഫലത്തിൽ നിന്ന്
എന്താണ് അതിന്റെ ആ ഒരു ബിഹേവിയർ തിരിച്ചറിയുന്ന ഒരു രീതിയെയാണ് നമ്മൾ എന്ന് പറയുന്നത് അപ്പാരന്റ് എന്ന് പറയുന്നത്. Apparent conditioning basically a product of a Skinnerian psychology suggests that individuals emit a response that are either not a reward or are a punishment. Okay, അപ്പൊ നമ്മളത് അറിയാം. തീർച്ചയായിട്ടും എന്താണ് ഈ ഒരു അപ്പാരന്റ് എന്ന് പറയുന്നത് ബേസിക്കലി നമുക്ക് പ്രത്യേകിച്ച് ഒരു എന്താണ് ഒരു റിവാർഡോ പണിഷ്മെന്റോ ഒന്നും കൊടുക്കാതെ തന്നെയാണ് ആ സാറ് ആ കുട്ടികളോട് കുറെ ക്വസ്റ്റ്യൻസ് ചോദിച്ചത്. അല്ലെ, നിങ്ങൾക്ക് സമ്മാനം തരാന്നൊക്കെ പറഞ്ഞുകൊണ്ടല്ല, അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞില്ലെങ്കിൽ നിങ്ങളെ പണിഷ് ചെയ്യുന്നു പറഞ്ഞ് അല്ലെ ഭയങ്കരമായിട്ട് പേടിപ്പിച്ചിട്ടുമല്ല ആ കുട്ടികൾ പ്രതികരിച്ചത്. അതിൽ നിന്ന് റെസ്പോണ്ട് ചെയ്തത് ഈ ഒരു റിവാർഡ് കിട്ടിയിട്ടോ അല്ലെങ്കിൽ ഈ പനിഷ്മെന്റ് കിട്ടുമെന്നോ ഉള്ള പേടി കൊണ്ടോ ഒന്നല്ല ആ കുട്ടികൾ പ്രതികരിച്ചത്. അവരുടെ അറിവ് കൊണ്ടാണ് അവര് പ്രതികരിച്ചത്. ഓക്കെ, ക്ലിയർ ആവുന്നുണ്ടോ? അപ്പൊ നമ്മളിപ്പോ ഏതെങ്കിലും ഒരു ഡ്യൂട്ടി ഇൻ കേസ് നമ്മുടെ കയ്യിലേക്ക് നോക്കുകയാണെങ്കിൽ അല്ലെ, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനിൽ വരുമ്പോൾ വ്യക്തികൾക്ക് നമ്മൾ സെലക്ട് ചെയ്യുന്ന പേഴ്സൺസിലേക്ക് കുറച്ച് തൊഴിലുകളെ ഏർപ്പെടുത്തി കൊടുക്കുമ്പോൾ അവര് കൃത്യമായിട്ട് തന്നെ അവർക്ക് നന്നായിട്ട് ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് കുറച്ച് കൂലി കൂട്ടി തരാമോ അല്ലെങ്കിൽ നിങ്ങൾ ചെയ്തില്ലെങ്കിൽ പണിഷ്മെന്റ് കിട്ടുമെന്നോ ഒന്നും കൊടുക്കാതെ തന്നെ അവരെ കുറച്ച് ഡ്യൂട്ടികൾ ഏൽപ്പിക്കുമ്പോൾ അവര് അവരുടേതായിട്ടുള്ള രീതിയിൽ പെർഫോം ചെയ്യുമ്പോൾ വിലയിരുത്തും. ഓക്കെ, നന്നായിട്ട് ചെയ്യുന്നവരാണോ എന്നുള്ള ആ ഒരു വിലയിരുത്തൽ അവരെ ഏൽപ്പിച്ചിരിക്കുന്ന ഡ്യൂട്ടിയിൽ നിന്ന് അവർ കൊടുത്തിരിക്കുന്ന ഡ്യൂട്ടിയിൽ നിന്ന് അവര് പ്രകടമാക്കുന്ന അല്ലെ അവര് പ്രൊഡ്യൂസ് ചെയ്യുന്ന റിയാക്ഷനിൽ നിന്ന് മനസ്സിലാക്കുകയാണ് ഓക്കെ ഈ വ്യക്തി ഏബിളാണ് അല്ലെങ്കിൽ ഈ വ്യക്തി അത്രയ്ക്കും ഏബിൾ അല്ല. ഓക്കെ, അങ്ങനെ തിരിച്ചറിയുന്ന ഒരു സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഒരു ബിഹേവിയർ ആണ് എന്തെന്ന് പറയുന്നത് അപ്പാരന്റ് കണ്ടീഷനിങ് എന്ന് പറയുന്നത്. ആണോ? ചെറിയൊരു എക്സാമ്പിളിൽ നിന്ന് നിങ്ങൾക്ക് ചെറിയൊരു ഐഡിയ കിട്ടിയെന്ന് തോന്നുന്നു. അതായത് നമ്മൾ പ്രത്യേകിച്ച് റിവാർഡോ പണിഷ്മെന്റോ ഒന്നും കൊടുക്കാതെ തന്നെ അല്ലെ അതൊന്നും ചെയ്യുമെന്ന് പറയുക അല്ലെങ്കിൽ ഡ്യൂട്ടി ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ നിങ്ങൾ ഇങ്ങനെ നന്നായിട്ട് ഇത്ര സമയത്തിനുള്ളിൽ ചെയ്തു തീർത്താൽ നിങ്ങൾക്ക് ഇത്രയും ഇത് കിട്ടും അല്ലെ, കുറച്ചും കൂടി പാരിതോഷികം കിട്ടും. അതല്ലെങ്കിൽ എത്ര സമയത്തുള്ളിൽ ചെയ്തില്ലെങ്കിൽ നിങ്ങളെ ചിലപ്പോൾ ഈ ജോലിയിൽ നിന്ന് പിരിച്ചുവിടും. അങ്ങനെയൊന്നും അടിച്ചേൽപ്പിക്കാതെ തന്നെയാണ് അവരെ ജോലി ഏൽപ്പിക്കുന്നത്. അവര് ജോലി ചെയ്യുമ്പോഴെന്താണ് നല്ല പ്രകടനം കാഴ്ചവെക്കുന്നുണ്ടെങ്കിൽ ആ വ്യക്തിയിൽ നിന്നും അവരുടെ പെരുമാറ്റ രീതി മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഓക്കെ, ഈ വ്യക്തി ആണ് അല്ലെങ്കിൽ ഈ വ്യക്തിക്ക് ഒരു സിൻസിയർ ആത്മാർത്ഥമായിട്ട് സമയത്തിനുള്ളിൽ ചെയ്തു തീർക്കാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ട്, അത് പ്രകടമാക്കുന്നുണ്ട് എന്ന് തിരിച്ചറിയാനായിട്ട് സാധിക്കുന്നു. അപ്പൊ അവരുടെ റിസൾട്ടിൽ നിന്നാണ് അത് ഗ്രഹിക്കുന്നത്. ഇതുകൊണ്ടാണ് പറയുന്നത് എന്താണ് പറയുന്നത് അപ്പാരന്റ് കണ്ടീഷൻ ബേസിക്കലി പ്രൊഡ്യൂസ്ഡ് ഓഫ് എ സ്കിന്നേറിയൻ സൈക്കോളജി. അതൊരു സ്കിന്നേറിയൻ ആയിട്ടുള്ള ഒരു മനഃശാസ്ത്രമാണ്. അതിന്റെ നിർദ്ദേശങ്ങൾ പറയുന്നത് സജസ്റ്റ് ദാറ്റ് ഇൻഡിവിജ്വൽ എമിറ്റ് റെസ്പോൺസ് ദാറ്റ് ആർ എയ്തർ നോട്ട് റിവാർഡ് ഓർ ആർ പണിഷ്ഡ്. അല്ലെ, അവിടെ റിവാർഡോ പണിഷ്മെന്റോ ഒന്നും കൊടുക്കാതെ തന്നെ അവര് അവരുടെ റെസ്പോണ്ട് പുറത്ത് ആക്കുന്ന അല്ലെ പുറപ്പെടുവിക്കുന്നത്, അതായത് പ്രതിഫലിപ്പിക്കുന്നതാണ്. അതിൽ നിന്നാണ് ആ വ്യക്തിയുടെ പെരുമാറ്റശാസ്ത്രം ഗ്രഹിക്കുന്നത്. ക്ലിയർ ആവുന്നില്ലേ? വീണ്ടും പറയേണ്ടതുണ്ടോ? എന്തെങ്കിലും ഐഡിയകൾ കിട്ടിയിട്ടില്ലേ? ഓക്കെയാണോ? നമുക്ക് വീണ്ടും നോക്കാം. എന്താണ് പ്രധാനമായിട്ട് നോക്കുകയാണെങ്കിൽ അപ്പാരന്റ് കണ്ടീഷനിങ് ഈസ് എ വോളണ്ടറി ബിഹേവിയർ ആൻഡ് ഇറ്റ് ഈസ് ഡിറ്റർമിൻഡ് മെയിൻറ്റെയിൻഡ് ആൻഡ് കൺട്രോൾഡ് ബൈ ഇറ്റ്സ് കോൺസിക്വൻസ്. ഓക്കെ, നമുക്കറിയാം സ്വമേധയെ ചെയ്യുന്നതാണ് അല്ലെ. ആ പ്രൊഫസർ വന്ന് ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ ആരും നിർബന്ധിച്ചിട്ടല്ല ആൻസർ പറഞ്ഞ അല്ലെ, സ്വമേധയ വോളണ്ടറി ആൻസർ പറഞ്ഞതാണ്. അതേപോലെ തന്നെ ഡ്യൂട്ടികൾ ഏൽപ്പിക്കുമ്പോൾ അവര് ഓക്കെ ഞങ്ങൾ ചെയ്യാം അല്ലെ, ഞങ്ങളെ കൊണ്ട് പറ്റുന്നത് ചെയ്യാം എന്നുള്ള ഒരു സ്വമേധയ വോളണ്ടറി അത് ഏറ്റെടുത്തിട്ടാണ് അവര് റെസ്പോണ്ട് ചെയ്യുന്നത്, അവരുടെ പ്രകടനം കാഴ്ചവെക്കുന്നത്. മെയിൻറ്റെയിൻ ആൻഡ് കൺട്രോൾ ബൈ ഇറ്റ്സ് കോൺസിക്വൻസ്. അതിനുശേഷം നമുക്കറിയാം അതിന്റെ അനന്തരഫലമായിട്ട് നമുക്ക് അതിൻ്റെതായിട്ടുള്ള ബിഹേവിയറൽ ചേഞ്ചസ് ഒക്കെ മാറ്റങ്ങൾ വരുത്താനായിട്ട് സാധിക്കും. സോ അപ്പാരന്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് ആദ്യം തന്നെ ഇവരുടെ ബിഹേവിയർ തിരിച്ചറിയും അല്ലെ, അവരുടെ പെരുമാറ്റ ശാസ്ത്രം തിരിച്ചറിഞ്ഞതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ നടപടികൾ എടുക്കാം. ഓക്കെ, വേണമെങ്കിൽ നമുക്ക് സ്റ്റെപ്പ് ചെയ്യാം, അതല്ലെങ്കിൽ നമുക്ക് അല്ലെ നെഗറ്റീവ് ആയിട്ടുള്ള ഇതുകളൊക്കെ ഉണ്ട്, റീഎൻഫോഴ്സ്മെന്റ് ഒക്കെ ഉണ്ട്. അപ്പൊ വേണമെങ്കിൽ നമുക്ക് അതിനെ ബലപ്പെടുത്തി കൊണ്ടുവരാം, അല്ലെങ്കിൽ കുറച്ചുകൂടി അല്ലെ ശക്തി കുറച്ചു കൊണ്ടുവരാം. ചില മാറ്റേഴ്സ് ഒക്കെ ആണെങ്കിൽ വേണ്ടാന്ന് വെക്കേണ്ടതൊക്കെ ആയിട്ട് വരും അല്ലെ, ചിലതിനെ നമ്മൾ പ്രോത്സാഹിപ്പിച്ചു കൊണ്ടുവരേണ്ടതൊക്കെ വരും. അപ്പൊ തീർച്ചയായിട്ടും അതിൽ തന്നെ എന്താണ് അവരുടെ ബിഹേവിയർ എന്താണെന്ന് അല്ലെ അവരെ ഏൽപ്പിച്ചിരിക്കുന്ന കാര്യങ്ങളിൽ അവർക്ക് ഉള്ള പ്രകടനം എന്താണെന്നുള്ളത് തിരിച്ചറിയുക എന്നുള്ളതാണ്
ദെൻ അതിനുശേഷം നമുക്ക് വേണമെങ്കിൽ അതിനെ പരിപാലിക്കുകയും കൺട്രോൾ ചെയ്യുകയൊക്കെ ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അപ്പൊ ആ ഡെഫിനിഷൻ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. Apparent is defined as a behavior that produces effects. Okay, അതിന്റെ ആ പ്രതിഫലത്തിൽ നിന്നാണ് ആ ഒരു ബിഹേവിയർ തിരിച്ചറിയുന്നത് അല്ലെ. Then apparent controlling basically a product of a Skinnerian psychology. ഇതൊരു Skinnerian psychology ആണ്. അതിനെ നമ്മൾ കണ്ടിരുന്നത് എന്താണ്, പ്രത്യേകിച്ച് റിവാർഡോ പണിഷ്മെന്റോ ഒന്നും കൊടുക്കാതെ തന്നെ അവര് ഫലം പുറപ്പെടുവിക്കുന്നത് അല്ലെ. അവരെ ഏൽപ്പിച്ചിരിക്കുന്ന ഡ്യൂട്ടിയിൽ നിന്ന് റെസ്പോണ്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. Apparent condition എന്ന് പറയുന്നത് വോളണ്ടറി ബിഹേവിയർ ആണ് അല്ലെ. ഇതൊരു കമ്പൽ ചെയ്തിട്ടുള്ള ഒരു ബിഹേവിയർ എന്ന് വെച്ചാൽ ആ പെരുമാറ്റ ശാസ്ത്രമല്ല, അവര് സ്വമേധയാ പ്രകടമാക്കുന്ന കാര്യങ്ങളാണ് അതിൽ എടുത്ത് പറയുന്നത്. ഓക്കെ അല്ലേ? ഫസ്റ്റ് പാരഗ്രാഫ് ഓക്കെ ആണോ? ക്ലിയർ ആണോ? നെക്സ്റ്റ് നമുക്ക് നോക്കാം. Apparent condition is a powerful tool for managing people in organization. Okay, അപ്പൊ ഒരു ഓർഗനൈസേഷൻ എടുത്ത് നോക്കുകയാണെങ്കിൽ അതൊരു പവർഫുൾ അല്ലെ, ശക്തിയേറിയ ഒരു പ്രധാനപ്പെട്ട ശക്തി ആർജിച്ച ഒരു ടൂളാണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. കാരണം നമുക്കറിയാം അല്ലെ, വിവിധങ്ങളായ സ്ഥലങ്ങളിൽ നിന്ന് വിവിധങ്ങളായിട്ടുള്ള നേച്ചറൽ ബിഹേവിയർ നേച്ചറായിട്ടുള്ള പേഴ്സൺസ് ഒക്കെയാണ്. അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ ആദ്യം തന്നെ ആ വ്യക്തികളെ തിരിച്ചറിയുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് അല്ലെ. ഏത് തൊഴിലിനാണെങ്കിലും ഏത് കാര്യത്തിലാണെങ്കിലും നമുക്കറിയാം, നമ്മള് പലപ്പോഴും അല്ലെ നമ്മൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരുന്ന ഒരു കാര്യമാണ് ആദ്യം തന്നെ വ്യക്തിയെ തിരിച്ചറിയണോട്ടോ. ഇൻ കേസ് നമ്മളിപ്പോ ഫ്രണ്ട്ഷിപ്പ് എടുക്കുകയാണെങ്കിലും അല്ലെ, എന്തെങ്കിലും കാര്യത്തിന് നമ്മൾ ഒന്ന് ഇത് ചെയ്യുകയാണെങ്കിലും ആദ്യം തന്നെ ആ വ്യക്തിയെ നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് അല്ലെ. അതിപ്പോ ജോലിയുടെ കാര്യത്തിലാണെങ്കിലും അല്ലെ, തീർച്ചയായിട്ടും നമുക്കറിയാം ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ചാണെങ്കിലും പ്രധാനമായിട്ട് ആ വ്യക്തിയെ തിരിച്ചറിയുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. സോ apparent condition is a powerful tool for managing people in organization. അപ്പൊ വ്യക്തിയെ കൈകാര്യം ചെയ്യുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടൂൾ എന്ന് പറയുന്നത് ഈ apparent condition ആണ്. Most behaviors in organizations are learned, controlled and altered by the constituents, that is apparent behaviors. Okay, നമുക്കറിയാം ഈ ഓർഗനൈസേഷൻസ് ഈ വ്യക്തികളെ കുറിച്ച് പഠിച്ചതിന് ശേഷം എന്ത് ചെയ്യും, ഓക്കെ കുറെ കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യും, അല്ലെങ്കിൽ അനന്തരഫലമായിട്ട് പല കാര്യങ്ങളും ഓട്ടോമേറ്റ് കാര്യങ്ങളൊക്കെ അവര് കൈകാര്യം ചെയ്യും. ഓക്കെ, ചിലപ്പോൾ വേണമെങ്കിൽ അവർക്ക് ചില കാര്യങ്ങളൊക്കെ ബൂസ്റ്റപ്പ് ചെയ്ത് കൊടുക്കും, ചില കാര്യങ്ങളൊക്കെ വേണ്ടാന്ന് വെക്കും അല്ലെ. അവരെ ഒന്ന് ഷേപ്പാക്കി എന്ന് വെച്ചാൽ ഏതൊരു എംപ്ലോയി ആണെങ്കിലും ആ എംപ്ലോയിയെ നമ്മുടെ ഓർഗനൈസേഷനിൽ സൂട്ടബിൾ ആക്കി എടുക്കാനായിട്ട് അവര് പരിശ്രമിക്കും. ആക്ച്വലി എന്താണ് apparent condition എന്ന് പറയുന്നത്, സ്റ്റാർട്ട് ചെയ്യുന്നത് അവര് വോളണ്ടറി ആയിട്ടുള്ള ഒരു റെസ്പോണ്ടിന്റെ ബേസിൽ തന്നെയാണ്. Management can use the apparent conditioning processes successfully to control and influence the behavior of employees by manipulating its reward system. Okay, നമുക്കറിയാം സാധാരണയായിട്ട് നമ്മൾ ഓർഗനൈസേഷനൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും എന്താണ് അവരെ ഒരു അല്ലെ പലപ്പോഴും അവരുടെ ബിഹേവിയർ മനസ്സിലാക്കിയിട്ട് എന്താണ് അവർ കൃത്രിമപൂർവമായിട്ടാണ് അവരെ കൊണ്ട് കുറച്ചും കൂടി അവരെ വർക്ക് ചെയ്യിക്കാനായിട്ടുള്ള പ്രേരകയടക്കമായിട്ട് പ്രവർത്തിക്കുന്നത്. കേസ് നമുക്കൊരു 30 എണ്ണം അല്ലെ പ്രൊഡക്ഷൻ യൂണിറ്റ് ആണെങ്കിൽ ഒരു 30 എണ്ണം ഉത്പാദിപ്പിക്കുന്ന ഒരു വ്യക്തിയാണ്. ആക്ച്വലി ഒരു അല്ലെ കമ്പനി തീർച്ചയായിട്ടും ഒരു 25 എണ്ണം പ്രതീക്ഷിക്കുന്നുള്ളെങ്കിലും അവന്റെ ക്വാളിറ്റി അനുസരിച്ചിട്ട് അല്ലെ, അവൻ ഇച്ചിരി കൂടി ടാലന്റഡ് ആയതുകൊണ്ട് തന്നെ കഴിവ് ഏബിൾ ആയിട്ടുള്ള പേഴ്സൺ ആയതുകൊണ്ട് തന്നെ 30 ഉത്പാദിപ്പിക്കുന്ന ഒരു പേഴ്സൺ ആണെങ്കിൽ തന്നെ ഇച്ചിരി കൂടി അത് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, കമ്പനി കുറച്ച് തന്ത്രപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ബൂസ്റ്റപ്പ് ചെയ്ത് കൊടുക്കും അല്ലെ. അവന് ചിലപ്പോഴെങ്കിൽ എല്ലാ റിവാർഡ്സ് ഒക്കെ കൊടുക്കും. ഓക്കെ, ഇതിനാണ് ഏറ്റവും ടോപ്പേഴ്സ്, അവൻ നല്ല ഇൻസ്റ്റിറ്റ്യൂട്ട് അവനെ നമ്മൾ അപ്രീസിയേറ്റ് ചെയ്യുന്നു അല്ലെ, ഇന്നൊരു മെഡലൊക്കെ ഇരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവൻ അപ്രീസിയേറ്റ് ചെയ്തത് അല്ലെ. അതുകൊണ്ടാണ് പറയുന്നത് ഒരു കൃത്രിമമായിട്ടുള്ള റിവാർഡ് സിസ്റ്റത്തിലൂടെ ആ ബിഹേവിയറിനെ ആ ഒരു പെരുമാറ്റ ശാസ്ത്രത്തെ ബൂസ്റ്റപ്പ് ചെയ്ത് അവനെ കൊണ്ട് കൂടുതൽ ചെയ്യിപ്പിക്കാനായിട്ട് പ്രേരിപ്പിക്കും. ഒരു ഇൻഫ്ലുവൻസ് അല്ലെ ചെയ്യുന്നത്. അപ്പോ അവനെ പ്രേരിപ്പിക്കാനേ കൂടുതൽ പ്രൊഡക്ഷൻ ഉത്പാദിപ്പിക്കാനായിട്ട് ആണോ, റിവാർഡൊക്കെ കൊടുക്കുമ്പോൾ? യെസ്. ഓക്കെ, അപ്പൊ തീർച്ചയായിട്ടും മാനേജ്മെന്റ് എന്താണ് ചെയ്യുന്നത്, മാനേജ്മെന്റ് ക്യാൻ യൂസ് ദ അപ്പാരന്റ് കണ്ടീഷൻ പ്രോസസ് സക്സസ്ഫുള്ളി, അത് വിജയകരമാക്കാൻ വേണ്ടിയിട്ട് ടു കൺട്രോൾ ആൻഡ് ഇൻഫ്ലുവൻസ് ദ ബിഹേവിയർ ഓഫ് എംപ്ലോയി ബൈ മാനിപ്പുലേറ്റിംഗ് ഇറ്റ്സ് റിവാർഡ് സിസ്റ്റം. റിവാർഡ് സിസ്റ്റം അല്ലെ ഉൾപ്പെടുത്തി കഴിഞ്ഞ് കഴിയുമ്പോൾ അവന്റെ ബിഹേവിയറിൽ കുറച്ചും കൂടി ഉത്പാദിപ്പിക്കാനുള്ള ഒരു പ്രചോദനം എന്താണ് മാനേജ്മെന്റ് പല രീതിയിൽ അവനിലേക്ക് അടിച്ചേൽപ്പിക്കുകയാണ്. ദെൻ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും, അവൻ അത് ഒന്നുകൂടി ആ ഒരു അപ്രീസിയേഷൻ ഒക്കെ വീണ്ടും ലഭ്യമാക്കാനായിട്ട് കുറച്ചും കൂടി എഫർട്ട് എടുത്തുകൊണ്ട് തന്നെ വർക്ക് ചെയ്യാനായിട്ട് തുടങ്ങും.
Then reinforcement is anything that both increase the strength of a response and tends to induce repetitions of the behavior. Okay, reinforcement എന്ന് പറയുന്നപ്പോ മനസ്സിലാക്കിയ പ്രധാനപ്പെട്ട കാര്യം ശക്തിപ്പെടുത്തുകയാണ്. അതായത് അവരെ ബൂസ്റ്റപ്പ് ചെയ്യും. ആ ബിഹേവിയർ, നല്ല ബിഹേവിയർ ഉള്ള പേഴ്സണെ അല്ലെ, നല്ല കഴിവുറ്റ പേഴ്സണെ ഒന്നും കൂടി ശക്തിപ്പെടുത്തുകയാണ്. എന്തിനു വേണ്ടിയിട്ട്? അവന്റെ കൂടുതൽ ശക്തി ഉപയോഗിച്ചുകൊണ്ട് അവന്റെ പ്രതിഫലം ഇരട്ടിയാക്കാനായിട്ട്, അല്ലെ, കുറച്ചും കൂടി മെച്ചപ്പെട്ടതാക്കാൻ വേണ്ടി. റീഫോഴ്സ്മെന്റ് ഈസ് എനിത്തിങ് ദാറ്റ് ബോത്ത് ഇൻക്രീസ് ദ സ്ട്രെങ്ത് ഓഫ് റെസ്പോൺസ് ആൻഡ് ടെൻഡ്സ് ടു ഇൻഡ്യൂസ് റിപ്പീറ്റേഷൻ ഓഫ് ദ ബിഹേവിയർ. അവന്റെ ബിഹേവിയറിനെ ഒന്നും കൂടി നല്ലതാണെങ്കിൽ അതിനെ നിലനിർത്താനും അത് ശക്തിപ്പെടുത്തി കൊണ്ടുവരാൻ വേണ്ടിയിട്ടും, അല്ലെ, അതിനാവശ്യമായിട്ടുള്ള ഘടകങ്ങളെ കൈകാര്യം ചെയ്ത്, അല്ലെ, അത് ശക്തിപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള മാർഗങ്ങൾ കൈകാര്യം ചെയ്തതിനെയാണ് എന്തെന്ന് പറയുന്നത്? റീഎൻഫോഴ്സ്മെന്റ് എന്ന് പറയുന്നത്. അതായത് അതിന്റെ മലയാള പദത്തിൽ നോക്കുകയാണെങ്കിൽ ശക്തിപ്പെടുത്തുക. അവന്റെ ബിഹേവിയർ നല്ലതാണെങ്കിൽ അതൊന്നും കൂടി വളർത്തിയെടുക്കുക, അല്ലെ, അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഓർഗനൈസേഷൻ പ്രധാനമായിട്ടും ചെയ്യുന്നത്, അല്ലെ. റീഎൻഫോഴ്സ്മെന്റ് എന്ന് പറയുന്ന പദം എന്താണ്? ശക്തിപ്പെടുത്തുകയാണ്. അവന്റെ നല്ല ബിഹേവിയറിനെ ഒന്നും കൂടി ബൂസ്റ്റപ്പ് ചെയ്യും. ഓക്കെയാണോ? അപ്പൊ നമ്മൾ 2-3 പദങ്ങളൊക്കെ പഠിച്ചു. ഇതാണ് അപ്പാരന്റ് കണ്ടീഷൻ എന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ മനസ്സിലാക്കി ആദ്യം തന്നെ റെസ്പോണ്ട് ചെയ്യുന്ന അനുസരിച്ചിട്ടാണ് അവനെ മനസ്സിലാക്കണമെന്ന് പഠിച്ചു. അങ്ങനെ മനസ്സിലാക്കി വരുമ്പോൾ അവനെ കുറച്ചും കൂടി നല്ല രീതിയിൽ റെസ്പോണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ് അവനെ മാനിപ്പുലേറ്റിംഗ് രീതി, അല്ലെ, മാനിപ്പുലേറ്റിംഗ് രീതി എന്ന് പറഞ്ഞാൽ കൃത്രിമമായിട്ട് അവനെ റിവാർഡ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് അവനെ കുറച്ചും കൂടി, അല്ലെ, റെസ്പോണ്ട് ചെയ്യുന്ന ഘട്ടത്തിലേക്ക് ആക്കി. ഇങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്ന ഘട്ടത്തിലേക്ക് ആക്കുമ്പോഴാണ് അവിടെ ശക്തിപ്പെടുത്തുന്ന, അല്ലെ, റീൻഫോഴ്സ്മെന്റ് എന്നുള്ള ഒരു പദം അവിടെ വരുന്നത്. അത് 2 രീതിയിലുള്ള റീൻഫോഴ്സ്മെന്റ് ഒക്കെ ഉണ്ട്. അതൊക്കെ ജസ്റ്റ് നോക്കാം. 2 രീതിയിലല്ല, കുറച്ചെടുത്ത് നോക്കാം. എന്താണ് പ്രധാനമായിട്ടും നമുക്ക് താഴേക്ക് പഠിക്കാനൊക്കെ. അപ്പൊ റീൻഫോഴ്സ്മെന്റ് എന്ന് പറയുന്നത് മനസ്സിലാക്കുക, ആ പദം ശക്തിപ്പെടുത്തുക എന്നുള്ള കാര്യമാണ് അവിടെ എടുത്ത് പറയുന്നത്. Managers can use 4 reinforcement strategies to impact employee behavior. There is എന്താണ് പോസിറ്റീവ് റീൻഫോഴ്സ്മെന്റ്, നെഗറ്റീവ് റീൻഫോഴ്സ്മെന്റ്, then extinction and punishment. അതായത് റീൻഫോഴ്സ്മെന്റ് എന്ന് പറയുന്നതിൽ ഒന്നല്ലെങ്കിൽ അവനെ ബൂസ്റ്റപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ചില നല്ല കാര്യങ്ങൾ ചിലപ്പോൾ വേണമെങ്കിൽ അവൻ ചെയ്യുന്നുണ്ടായിരിക്കാം. ഓക്കെ, അവൻ പ്രവൃത്തി ചെയ്യുന്നുണ്ട്, ഓക്കെ, നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, അവൻ റിസൾട്ട് എത്തുന്നുണ്ട്, പക്ഷെ അവൻ കൂടുതൽ സമയം ചെലവഴിക്കുന്നുണ്ട്. സോ അങ്ങനെ വരുമ്പോൾ എന്താണ്? സമയം ചെലവഴിക്കുന്നതിന് നമ്മൾ നിർത്തിക്കളയണം, അല്ലെ. അധികം സമയം ചെലവഴിക്കാതെ തന്നെ അവൻ വർക്ക് ചെയ്തിട്ട് അവന്റെ പ്രകടനം കാഴ്ചവെക്കണം. അവനപ്പോ വർക്ക് ചെയ്യാൻ അറിയാം. ഓക്കെ, അവൻ ആത്മാർത്ഥമായിട്ട് പരിശ്രമിച്ചു കഴിഞ്ഞാൽ കുറച്ച് സമയത്തിനുള്ളിൽ അവന് വർക്ക് ചെയ്യാൻ അറിയാമെങ്കിൽ അവിടെ നെഗറ്റീവ് റീൻഫോഴ്സ്മെന്റ് എന്ന് പറഞ്ഞാൽ സമയത്തെ നമ്മൾ കുറച്ചിട്ട് കൂടുതൽ സമയം യൂട്ടിലൈസ് ചെയ്ത് അവനെ വർക്ക് ചെയ്യുന്ന പ്രാപ്തിയിലേക്ക് എത്തിക്കാം. ഓക്കെ, നമ്മൾ ഇതിന്റെ ബാലൻസുകൾ ഓരോന്നും പഠിക്കുന്നുണ്ട്. ജസ്റ്റ് മനസ്സിലാക്കി വെക്കാം. 4 തരത്തിലാണ് റീൻഫോഴ്സ്മെന്റ് സ്ട്രാറ്റജീസ്, ആ തന്ത്രങ്ങൾ അവിടെ പ്രയോഗ്യമാക്കുന്നത്. ഫസ്റ്റ് വൺ പോസിറ്റീവ് റീൻഫോഴ്സ്മെന്റ്, then നെഗറ്റീവ് റീൻഫോഴ്സ്മെന്റ്, then extinction and punishment. Okay, അപ്പോ എന്താണ് അപ്പാരന്റ് കണ്ടീഷൻ എന്നും then reinforcement എന്താണെന്നുള്ളതും then reinforcement എത്ര 4 ഡിവിഷൻ ഉള്ളത് ഒന്ന് നിങ്ങൾ ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കാം. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാൻ എന്തെങ്കിലും മനസ്സിലാക്കാത്തതുണ്ടെങ്കിൽ ഒന്ന് ചോദിക്കാം. Okay.
ഇനി നമുക്ക് നെക്സ്റ്റ് ഭാഗത്തേക്ക് പോകാം. ഓക്കെ, ഇപ്പൊ പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് ആണ് ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത്. ഇപ്പൊ പാരന്റ് കണ്ടീഷൻ എന്ന് പറയുമ്പോൾ മനസ്സിലേക്ക് ഓർമ്മ വരിക എന്താണ് വ്യക്തി പ്രകടമാക്കുന്നത്, അതിൽ നിന്ന് ലേൺ ചെയ്തതിന് ശേഷമാണ് നടപടികൾ സ്വീകരിക്കുന്നത്. ഫസ്റ്റ്ലി നമ്മൾ എന്താണ് ആ വ്യക്തിയുടെ പെരുമാറ്റ രീതി, ആ വ്യക്തിക്ക് ഒരു തൊഴിൽ ലഭിച്ചു കൊടുത്ത് ആ തൊഴിൽ ചെയ്യുന്നതിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കുക. ഒരു കുട്ടിയോട് ചോദ്യം ചോദിച്ചാൽ അത് പ്രതികരിക്കുന്നതിൽ നിന്ന്, അല്ലെ? അപ്പൊ അവിടെ എന്താണ്, തീർച്ചയായിട്ടും നേരത്തെ കുട്ടി ഒരു പണിഷ്മെന്റോ റിവാർഡോ ഒന്നും കൊടുക്കാതെ തന്നെയാണ് പ്രതികരിക്കുന്നത് എന്നുള്ള കാര്യം ഓർത്ത് വെക്കുക. പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ നാച്ചുറലി നമ്മൾ കണ്ടു, ഒരു സാറ് ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ ഒരു വ്യക്തി, അല്ലെ, ഒരു കുട്ടി, അതിൽ ഒത്തിരി പിള്ളേരുണ്ടെങ്കിൽ അതില് 1-2 പേര്, അല്ലെ, അവര് നല്ല കൃത്യമായിട്ട് റെസ്പോണ്ട് ചെയ്തു. അവരുടെ ആ പെരുമാറ്റ രീതിയിൽ നിന്നാണ് ആ വ്യക്തിക്ക് ഓക്കെ അദ്ദേഹത്തിന് അത്യാവശ്യം കഴിവുണ്ട് എന്ന് മനസ്സിലാക്കുന്നത്. പോസിറ്റീവ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അതൊന്ന് ബൂസ്റ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെ, കുറച്ച് നമ്മള് കാര്യങ്ങൾ അത് കൃത്രിമമായിട്ട് തന്നെ അവിടെ ഓർഗനൈസേഷൻ ആണെങ്കിൽ അത്യാവശ്യം എല്ലാവരെയും വർക്ക് ഏൽപ്പിച്ചപ്പോൾ നല്ല രീതിയിൽ വർക്ക് ചെയ്ത് പ്രകടമാക്കിയിരിക്കുന്ന വ്യക്തികൾക്ക് കുറച്ച് റിവാർഡ്സും കാര്യങ്ങളൊക്കെ കൊടുക്കുമ്പോൾ അവര് കുറച്ചും കൂടി കംഫർട്ട് എടുക്കും, അല്ലെ? പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് എൻഹാൻസ് ആൻഡ് എൻകറേജസ് ബിഹേവിയർ ത്രൂ ദ ഇൻട്രൊഡക്ഷൻ ഓഫ് ഫേവറബിൾ കോൺസിക്വൻസ്, അല്ലെ? അതായത് അവിടെ എന്താണ്, അവർക്ക് ഫേവറബിൾ ആയിട്ട്, അവർക്ക് അനുകൂലമായിട്ട് കുറച്ച് കോൺസിക്വൻസ്, അല്ലെ, അവരുടെ ഫലമായിട്ട് നമുക്കറിയാം അവര് വർക്ക് ചെയ്യുന്നത് കൊണ്ട് തന്നെ അവർക്ക് എന്തെങ്കിലും റിവാർഡുകളൊക്കെ കൊടുത്ത് അവരെ എൻകറേജ് ചെയ്യുക, അവരെ ഒന്നും കൂടി പ്രോത്സാഹിപ്പിക്കുക, അല്ലെ, ശക്തിപ്പെടുത്താനായിട്ടുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറയുന്നത്. In other words, a positive reinforcer is a reward that follows the behavior and is capable of increasing the frequency of that behavior. Okay, നമ്മളിപ്പോ ഇൻ കേസ് ഒരു കുട്ടികളുടെ കാര്യം, ഇപ്പൊ ഇതില് ഈ പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അത് എല്ലാ തലത്തിലും ഉപയോഗിക്കും, അല്ലെ? ഇപ്പൊ നമ്മള് സ്കൂൾ ലെവലിൽ പഠിപ്പിക്കുന്ന ലെവലിൽ നമ്മൾ പറഞ്ഞു ആ കുട്ടിയെ ഒന്ന് കൈയടിച്ചു പ്രോത്സാഹിപ്പിച്ചു, അല്ലെ, പേരൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോഴൊക്കെയാണ് അവര് ഒരു മോട്ടിവേഷൻ കിട്ടിയത്, നാളെയും വന്ന് പഠിച്ചിട്ടുള്ള ടെൻഡൻസി ഫീൽ ചെയ്ത്. ഇൻ കേസ് കുട്ടികളാണെങ്കിൽ നമുക്കറിയാം കൊച്ചു കുട്ടികൾ ചിലപ്പോൾ വേണമെങ്കിൽ അവര് എന്താണ് അവരുടെ ടോയ്സ് ഒക്കെ എടുത്ത് കളിക്കും, കളിച്ചതിന് ശേഷം ചിലപ്പോൾ ആണെങ്കിൽ ടോയ്സ് ഒക്കെ ഇറക്കി പറക്കി കളിക്കും. ഓക്കെ, ഈ ടോയ്സ് ഒക്കെ ഇറക്കി പറക്കി വെക്കുന്ന ഒരു ടെൻഡൻസി അവനിൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്താണ് പാരന്റ്സ് അത് അപ്രീസിയേറ്റ് ചെയ്യും, അല്ലെ? ഒരു മരം കൊടുത്ത് അവരെ ഒന്ന് ബൂസ്റ്റപ്പ് ചെയ്യും. അപ്പൊ അവരെന്ത് ചെയ്യും, നാളെ എന്ത് ചെയ്യും, അവൻ ഓക്കെ നമുക്ക് ഇഷ്ടമാണ് എന്നുള്ളൊരു മൈൻഡിലേക്ക് അവന്റെ ആ ഒരു പെരുമാറ്റ രീതി നമുക്ക് ഇഷ്ടമായി എന്നുള്ള ഒരു ടെൻഡൻസി ഫീൽ ചെയ്യുന്നത് പിറ്റേ ദിവസവും അവനെങ്ങനെ ചെയ്യാനായിട്ട് ശ്രമിക്കും. ഓക്കെ, അപ്പൊ അവനെന്താണ് ആ ഒരു അമ്മയുടെ നല്ലൊരു സ്നേഹം ലാളന കിട്ടും എന്നുള്ളൊരു ടെൻഡൻസി. അതുമാതിരി തന്നെ നമ്മൾ ഓർഗനൈസേഷനിലേക്ക് എടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കറിയാം ഈ പറഞ്ഞ പാത്രത്തിൽ തന്നെ അവർ നന്നായിട്ട് പെർഫോം ചെയ്യുമ്പോൾ അവരെ അപ്രീസിയേറ്റ് ചെയ്തു, അല്ലെ? അവർക്ക് കുറച്ച് വേണമെങ്കിൽ ചിലപ്പോൾ ഒരു ചെയറൊക്കെ, അല്ലെ, നല്ലൊരു കറങ്ങണ കസേരയിലൊക്കെ അവർക്കൊക്കെ ഒന്ന് അങ്ങനെ ഒരു ഫർണിച്ചർ ഇതൊക്കെ കൊടുത്തു കഴിഞ്ഞ് കഴിയുമ്പോൾ ഓക്കെ എന്നെ ഒന്ന് അംഗീകരിച്ചു എന്നൊരു തോന്നല്, കേസ് ഒരു മെഡലൊക്കെ കൊടുത്ത്, അല്ലെ? അതെ, അങ്ങനെ ഏതെങ്കിലും രീതിയിൽ അവരെ ഒന്ന് നല്ല മേൽത്തലത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരികയാണെങ്കിൽ അവരെന്ത് ചെയ്യാൻ തീർച്ചയായിട്ടും ഇച്ചുകൂടി ഹാർഡ് വർക്ക് ചെയ്യാനൊക്കെ ഒരു ടെൻഡൻസി ഒക്കെ ഫീൽ ചെയ്യും. അതാണ് പറയുന്നത് പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് റിവാർഡ് that follows the behavior and is capable of increasing the frequency of that behavior. അത് വീണ്ടും ചെയ്യണമെന്നുള്ള ഒരു പെരുമാറ്റ രീതി അവരിലേക്ക് ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട്. There are 2 forms of positive reinforcement. 2 രീതിയിലുള്ള പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് ഉണ്ട്, അതായത് പ്രൈമറി ആൻഡ് സെക്കൻഡറി. നമുക്കറിയാം പൊതുവെ ക്വസ്റ്റ്യൻസ് ഒന്നും പുള്ളിയിൽ നിന്നും എടുത്ത് ചോദിക്കാറില്ല, അല്ലെ? പൊതുവെ എന്താ പറയുക സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് വരാറ്. അപ്പൊ റീഇൻഫോഴ്സ്മെന്റ് എത്ര തരത്തിലുണ്ട്, വീണ്ടും പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് എത്ര തരത്തിലുണ്ട് എന്നൊക്കെയുള്ള ചോദ്യങ്ങളൊക്കെ പ്രതീക്ഷിക്കാവുന്നതാണ്. സോ അതൊക്കെ നിങ്ങൾ നോട്ട് ചെയ്ത് പോകാനായിട്ട് ശ്രമിക്കാം. There are 2 forms of positive reinforcement, primary and secondary. Then primary reinforcement such as food, water and sex are of biological importance and have effects which are independent of past experience. നമുക്കറിയാം പ്രൈമറി നമ്മളുടെ എല്ലാ വ്യക്തികൾക്കും പ്രാഥമികമായിട്ടുള്ള ആവശ്യങ്ങളുണ്ട്, അല്ലെ? നമുക്ക് വിശപ്പ് അല്ലെങ്കിൽ വെള്ളം, ദാഹം, അല്ലെങ്കിൽ അല്ലെ വസ്ത്രധാരണ കാര്യങ്ങളൊക്കെ നമുക്ക് മസ്റ്റായിട്ടും വേണം. അതൊക്കെ എന്തായാലും ആവശ്യമാണെന്നുള്ളത് ഏതൊരു വ്യക്തിക്കും അംഗീകരിക്കാവുന്ന കാര്യമാണ്, അല്ലെ?
അപ്പൊ അത് തീർച്ചയായിട്ടും നേടിയെടുക്കാനായിട്ട് അതിന് എന്തെങ്കിലും ഇതുകൾ ഉണ്ടെങ്കിൽ തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ മോസ്റ്റ്ലി അത് ഫസ്റ്റ് തന്നെ നേടിയെടുക്കാനായിട്ട് നമ്മൾ എന്തായാലും ശ്രമിച്ചിരിക്കും. Then for instance, a primary reinforcer like food satisfies hunger needs and reinforced food producing behavior. Okay. നമ്മുടെ വിശപ്പ് സാറ്റിസ്ഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഫുഡ് നേടിയെടുക്കാനായിട്ട് ശ്രമിക്കുന്നത് അല്ലെ. അത് നമ്മളുടെ ആ ഒരു എന്താ പറയുന്ന ഒരു ബിഹേവിയറലായിട്ട് തന്നെയുള്ള കാര്യമാണ്. കാരണം നമുക്ക് വിശന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് എങ്ങനെയെങ്കിലും ഭക്ഷണത്തിന് വേണ്ടിയിട്ട് അല്ലെ. നമുക്കിപ്പോ കൂലി എടുക്കുന്നത് തീർച്ചയായിട്ടും നമ്മൾ പണി എടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്, കൂലി കിട്ടാൻ വേണ്ടിയിട്ട്. തീർച്ചയായിട്ടും നമ്മുടെ ബേസിക് നീഡ്സ് ആദ്യം തന്നെ നിറവേറ്റിയതിനു ശേഷമാണ് നമ്മൾ സെക്കൻഡറി നീഡ്സിലേക്ക് പോകുന്നത് അല്ലെ. അപ്പൊ അത് തന്നെയാണ് ഇവിടെയും പറയുന്നത്. പ്രൈമറി ആയിട്ടുള്ള ആവശ്യങ്ങൾ തീർച്ചയായിട്ടും അത് കോൺസെൻട്രേറ്റ് ചെയ്ത് നമ്മൾ നിറവേറ്റാനായിട്ട് അതിൽ പരമാവധി ശ്രമിക്കുമെന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. The secondary reinforcers like job advancement, recognition, praise and testing results from various previous association with the primary reinforcers. Okay, നമ്മുടെ പ്രൈമറി തലത്തിലുള്ള കാര്യങ്ങളെല്ലാം ശക്തിപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എന്താണ് പിന്നെ സെക്കൻഡറി തലത്തിലേക്ക് നമ്മൾ ചിന്തിച്ചു തുടങ്ങും അല്ലെ. നമുക്ക് മറ്റുള്ളവരെ അംഗീകാരം വേണമെന്നുണ്ടാവും അല്ലെ, പ്രൈസ് നമ്മുടെ ഉപയോഗത്തിൽ വേണമെന്നുണ്ടാവും. അങ്ങനെ പല നല്ല നല്ല കാര്യങ്ങൾ അല്ലെ, കുറച്ചും കൂടി അഡ്വാൻസ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് നമ്മുടെ ചിന്ത അല്ലെ, ആ ഒരു ബിഹേവിയർ, നമ്മുടെ പെരുമാറ്റശാസ്ത്രം വളർന്ന് വികസിക്കും. കാരണം മറ്റുള്ളവരെ നമ്മുടെ മുമ്പിൽ നമുക്ക് ആദരവ് കിട്ടണം, അല്ലെങ്കിൽ പുകഴ്ത്തണം, അംഗീകാരം വേണം എന്നുള്ള കാര്യം. ഇപ്പൊ ഫസ്റ്റ്ലി നമുക്കറിയാം ഒരു ഓർഗനൈസേഷനിലാണെങ്കിലും ആദ്യം തൊഴിലാളികളെ ബേസിക് സാലറി കിട്ടണം എന്നുള്ളതാണ് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. അതായത് വീണ്ടും എന്താണ് കുറച്ചും കൂടി ഓക്കെ നമ്മൾ അതിൽ ടാലന്റഡ് ആയിട്ടാണ് നമ്മൾ എന്താണ് കുറച്ചും കൂടി മറ്റുള്ളവരുടെ ഇടയിലേക്ക് നല്ലൊരു പേരുള്ള വ്യക്തിയായിട്ട് മാറണം അല്ലെ, നല്ലൊരു അംഗീകാരമായിട്ടുള്ള ഒരു ആവണം. ആ എംപ്ലോയിനേക്കാൾ നിശ്ചിതയും കൂടി മെച്ചപ്പെട്ട ഒരു എംപ്ലോയി ആയിട്ട് തീരണം എന്നൊക്കെ ഉള്ള ഒരു ടെൻഡൻസി, ആ ഒരു മനോഭാവം വരും അല്ലെ. അവരുടെ റെക്കഗ്നീഷൻ അംഗീകാരങ്ങൾ കിട്ടാനായിട്ട്, അല്ലെങ്കിൽ അവരെ പോലെ തന്നെയുള്ള ഒരു മെഡലൊക്കെ നമുക്ക് നേടിയെടുക്കണം എന്നൊക്കെ ഒരു ടെൻഡൻസി മോസ്റ്റ്ലി. പക്ഷെ നമ്മള് ചിലപ്പോ സ്റ്റാർട്ടിങ്ങിൽ ഒരു കമ്പനിയിലൊക്കെ പ്രവേശിക്കുമ്പോൾ എങ്ങനെയെങ്കിലും അല്ലെ നമ്മളുടെ ഏൽപ്പിച്ചിരിക്കുന്ന ജോലി ഒന്ന് തീർത്ത് അല്ലെ അത്യാവശ്യം ബേസിക് നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യണമെന്നുണ്ടല്ലോ എങ്കിൽ കുറച്ചും കൂടി എക്സ്പീരിയൻസ്ഡ് ആകുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ലെവല് നേടിയെടുക്കണം എന്നുള്ള ഒരു ടെൻഡൻസി ഫീൽ ചെയ്യാനൊക്കെ തുടങ്ങും അല്ലെ. അപ്പൊ പ്രീവിയസിൽ നിന്നാണ് നമ്മൾ ആ സെക്കൻഡറി ലെവലിലേക്ക് നമ്മൾ എത്തിപ്പെടുന്നത്. പ്രൈമറി റീഫോഴ്സ് മസ്റ്റ് ബി ലേൺഡ്. അത് നമ്മൾ എന്താണ് ആദ്യം തന്നെ അല്ലെ തീർച്ചയായിട്ടും അവിടെയുള്ള ഓർഗനൈസേഷനിലെ ഏറ്റവും ടോപ്പ് ലെവലിലുള്ളവർക്ക് മനസ്സിലാവും ഇവരുടെ പ്രൈമറി ബിഹേവിയർ ഒക്കെയാണ്, ഇവരൊക്കെ സാറ്റിസ്ഫൈഡ് ആണ്. ദെൻ സെക്കൻഡറി ഇട്ട് കൊടുക്കാം അല്ലെ. അപ്പൊ അവർക്ക് കുറച്ച് അംഗീകാരമുള്ള കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്ത് അവരെ ബൂസ്റ്റപ്പ് ചെയ്തെടുക്കാം. ഓക്കെ, അവർക്ക് പ്രൈമറി സാലറി മാത്രമല്ല അവർ ആഗ്രഹിക്കുന്നത് കുറച്ചും കൂടി ആദരവും കാര്യങ്ങളൊക്കെ അവര് അംഗീകാരങ്ങളൊക്കെ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ള മനോഭാവത്തിൽ തന്നെ അത് മനസ്സിലാക്കിയിട്ട് അവർക്ക് നെക്സ്റ്റ് ഇതികളിലേക്ക് വിട്ടു കൊടുക്കാനായിട്ട് ശ്രമിക്കുന്നു. In order to apply reinforcement producers successfully, management must select reinforcers that are sufficiently powerful and durable. Okay, അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്കറിയാം ഇങ്ങനെ അല്ലെ. ഇപ്പൊ ആദ്യം തന്നെ ചിലപ്പോ വേണമെങ്കിൽ എംപ്ലോയിക്ക് വലിയ കഴിവൊന്നും ഉണ്ടാവില്ല അല്ലെ. അപ്പൊ അവർക്ക് ജസ്റ്റ് ട്രെയിനിങ് ഒക്കെ കൊടുത്തിട്ടായിരിക്കും ആ എംപ്ലോയിനെ അവിടെ അല്ലെ ആ ജോലിയിലേക്ക് പ്രവേശിപ്പിക്കുന്നത് തന്നെ. അപ്പൊ തന്നെ അവർക്ക് റിവാർഡും കാര്യങ്ങളൊന്നും കൊടുക്കാനായിട്ടുള്ള ഒരു ചാൻസ് ഒന്നുമില്ല. കാരണം അവര് മോസ്റ്റ്ലി വലിയ പ്രിപ്പയർഡ് ഒന്നല്ല അല്ലെ. അതേസമയം കുറച്ചും കൂടി നാള് അവര് ബേസിക് സാലറി കൊടുത്ത് നിലനിർത്തി കൊണ്ടുവന്നതിന് ശേഷം അവര് കുറച്ചും കൂടി പ്രകടനങ്ങൾ അല്ലെ ഇനി അവരെ കൊണ്ട് ആക്റ്റീവായിട്ട് വർക്ക് ചെയ്യിപ്പിക്കണം എന്നുള്ളൊരു മനോഭാവം തീർച്ചയായിട്ടും മാനേജ്മെന്റിൽ തോന്നാനായിട്ടുള്ള സാധ്യത വരും. ദെൻ അങ്ങനെയാണ് അവര് സെക്കൻഡറി ആയിട്ടുള്ള ഈ റിവാർഡ് സിസ്റ്റംസിലേക്കൊക്കെ കിടക്കുന്നത്. സോ അപ്പൊ മനസ്സിലാക്കുക, രണ്ട് തരത്തിലുള്ള റീൻഫോഴ്സ്മെന്റ് രീതികളുണ്ട്. പോസിറ്റീവ് ആയിട്ടുള്ള റീൻഫോഴ്സ്മെന്റുകളുണ്ട്. അത് പ്രൈമറി ദെൻ സെക്കൻഡറി എന്നുള്ള രീതിയിലാണ് അത് വിശേഷിപ്പിക്കുന്നത്. പ്രൈമറി എന്ന് പറയുമ്പോൾ ബേസിക് ആയിട്ടുള്ള ആ നീഡ്സ് നേടിയെടുക്കുക എന്നുള്ള ഒരു കാര്യമാണ്. അപ്പൊ ഒരു വ്യക്തി വിശപ്പെടുന്നെങ്കിൽ ആദ്യം തന്നെ അവൻ ആഗ്രഹിക്കുന്ന എന്താണ്, എങ്ങനെയെങ്കിലും വിശപ്പടക്കണം അല്ലെ. ദാഹം ഉണ്ടെങ്കിൽ അവന്റെ ആദ്യത്തെ നീഡ് എന്താണ്, എന്റെ ദാഹം മാറ്റണം. ദെൻ സെക്കൻഡറി ആണ് അവൻ മറ്റു കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കുകയുള്ളൂ. അതേപോലെ തന്നെ എന്താണ് ഒരു തൊഴിലാളി അല്ലെ എംപ്ലോയി ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുമ്പോൾ ആദ്യം തന്നെ അവൻ എങ്ങനെയെങ്കിലും ആ ഒരു ജോലിയിലേക്ക് പൊരുത്തപ്പെടാനായിരിക്കും അവൻ അത് തന്നെ ശ്രമിക്കുന്നത്. സെക്കൻഡറി ആണ് അവൻ കുറച്ചും കൂടി അംഗീകാരമൊക്കെ കിട്ടാനായിട്ട് ആഗ്രഹിക്കുന്നത്. ക്ലിയർ ആണോ? പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് ജസ്റ്റ് വായിച്ചു നോക്കാം. ഓരോന്നും എന്താണ് ഉദ്ദേശിച്ചതിനുള്ള കാര്യം ഒന്ന് ഗ്രഹിച്ചു പോകാനായിട്ട് ശ്രമിക്കാം. ഓക്കെ.
ഓക്കെ, ക്ലിയർ ആണോ? അപ്പൊ നമുക്ക് നെക്സ്റ്റ് നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് അല്ലെ. അപ്പൊ നെഗറ്റീവ് എന്ന് പറയുമ്പോൾ എന്താന്നുള്ളൊരു ചിന്താഗതി വരുന്നു. അതായത് നമുക്കറിയാം, നമ്മൾ എന്താണ് ഒരു തുടക്കത്തിലെ തന്നെ ഒരു ബിഹേവിയർ അല്ലെ, ഒരു വ്യക്തിയുടെ പെരുമാറ്റത്തിൽ നിന്നാണ് നമ്മൾ തിരിച്ചറിയണേന്ന് പറഞ്ഞു. അപ്പൊ ഇതിനെ നമുക്കൊരു ചെറിയൊരു എക്സാമ്പിൾ നോക്കാം. ഒരു കുട്ടി അത്യാവശ്യം ഹോംവർക്കുകൾ എല്ലാ ദിവസവും ഉണ്ട് എങ്കിൽ കുട്ടികൾ എന്താണ് അത് ഹോംവർക്ക് എങ്ങനെയെങ്കിലും ചെയ്തിട്ട് പോകാനായിട്ട് ശ്രമിക്കും. അവര് തീർച്ചയായിട്ടും അങ്ങനെ പോകാൻ ശ്രമിക്കുന്നതിന്റെ പിന്നിൽ പ്രത്യേകിച്ചുള്ള കാര്യങ്ങളുണ്ട് അല്ലെ. ഒന്നില്ലെങ്കിൽ ചിലപ്പോൾ വേണമെങ്കിൽ ഹോംവർക്ക് ചെയ്തില്ലെങ്കിൽ അവർക്ക് പണിഷ്മെന്റ് കിട്ടും അല്ലെ, അടി കിട്ടും. അതല്ലെങ്കിൽ ചിലപ്പോൾ അവരെ കളിക്കാനൊന്നും വിടില്ല. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്. സോ അതുകൊണ്ട് തന്നെ കുട്ടികൾ എന്താണ് ഹോംവർക്ക് ചെയ്തിട്ട് തന്നെ പോകാനായിട്ട് ശ്രമിക്കും അല്ലെ. അപ്പൊ ഇവിടെയും നമുക്ക് ഒരു ഓർഗനൈസേഷൻ ആണെങ്കിലും നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, അവരെ ഏൽപ്പിച്ചിരിക്കുന്ന ഡ്യൂട്ടി അവര് കൃത്യമായിട്ട് വിചാരിച്ച ടൈമിലൊന്നും ചെയ്ത് കഴിയുന്നില്ല എങ്കിൽ ചിലപ്പോൾ വേണമെങ്കിൽ അവർക്ക് നല്ല ഒരു അന്തരീക്ഷമുള്ള ഒരു ഓഫീസിൽ നിന്ന് മറ്റൊരു ബ്രാഞ്ചിലേക്കൊക്കെ തട്ടാം. അതായത് അത്രയും നല്ല അല്ലെ, നല്ല ഫെസിലിറ്റീസ് ഉള്ള ബ്രാഞ്ച് ഒന്നും ആയിരിക്കില്ല. അപ്പൊ തീർച്ചയായിട്ടും നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന കുട്ടി നല്ല കൃത്യസമയത്ത് അവരെ സാറ്റിസ്ഫൈ ചെയ്യുന്ന തരത്തിൽ അല്ലെ, അവരുടെ മാനേജ്മെന്റിനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ ചെയ്യാനായിട്ട് പെർഫോം ചെയ്യാനായിട്ട് പറ്റിയില്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ മറ്റൊരു ബ്രാഞ്ചിലേക്ക് തട്ടും അല്ലെ. ആ ഒരു ഭയത്തിന്റെ പേരിൽ എന്ത് ചെയ്യും, അവരെ ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്യാനായിട്ട് തുടങ്ങും അല്ലെ. അപ്പൊ നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറയുമ്പോൾ ഒരു പണിഷ്മെന്റ് അല്ല, ഒരു അല്ലെ, അവരെ അതിനെ വേണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ പണിഷ്മെന്റിന്റെ വിഭാഗത്തിലേക്ക് പെടുത്താം. പക്ഷെ ആ ഒരു ഭയമാണ് അല്ലെ, അവന്റെ ബിഹേവിയറിൽ വരുന്ന ആ ഒരു ഫിയറിനെ അനുമാനിച്ചുകൊണ്ടാണ് അവർ ഇത്തരത്തിലുള്ള ഡ്യൂട്ടി ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുന്നത്. കേസ് കുട്ടികളാണെങ്കിൽ ഓക്കെ, എനിക്ക് ചിലപ്പോൾ കളിക്കാൻ വിടില്ല എന്നുള്ള ഒരു മനോഭാവം അല്ലെ, എന്നെ ഞാൻ ഹോംവർക്ക് ചെയ്ത് തീർത്തില്ല എങ്കിൽ കളിക്കാൻ കിട്ടുന്ന സമയങ്ങളിൽ എന്നെ കളിക്കാൻ വിടില്ല അല്ലെ, ഡ്രിപ്പ് ചെയ്തൊക്കെ ആണെങ്കിൽ അവരെ കളിക്കാൻ വിടില്ല എന്നുള്ള ഒരു മനോഭാവം അവന്റെ മൈൻഡിൽ വരുന്നത് കൊണ്ട് തന്നെയാണ് അവൻ ഹോംവർക്കുകളൊക്കെ മസ്റ്റായിട്ട് ചെയ്യാനായിട്ട് ചെയ്തിട്ട് പോകാനായിട്ട് ശ്രമിക്കുന്നത്. അതുപോലെ തന്നെ ജോലി സ്ഥലങ്ങളിലാണെങ്കിലും വർക്ക് ഏൽപ്പിച്ചിരിക്കുന്ന രീതിയിൽ കൃത്യമായിട്ട് നിർവഹിക്കാനായിട്ട് അവനെ പ്രേരിപ്പിക്കുന്നത് മറ്റൊരു ബ്രാഞ്ചിലേക്കൊക്കെ എന്നെ തട്ടുമോ അല്ലെ, അതുകൂടി താഴത്തേക്കൊക്കെ പോകാനായിട്ടുള്ള സാധ്യതകൾ ഉണ്ടോ എന്നുള്ള ഒരു ഭയം, ആ ഫീലിങ്സ് കൊണ്ടാണ് അവനത് ചെയ്തത്. നോക്കാം. The threat of punishment is known as a negative reinforcement അല്ലെ. ഒരു ഭയം, പണിഷ്മെന്റ് ചെയ്യുമോ എന്നുള്ള ഒരു ഭയം അല്ലെ. The threat of punishment is known as a negative reinforcement. അങ്ങനെയുള്ള ഒരു ശക്തിപ്പെടുത്തൽ അല്ലെ, അവിടെ ആ ഒരു തൊഴിലാളികളുടെ ഇടയിലേക്ക് തന്നെ അങ്ങനെ ഒരു അല്ലേ, നമ്മൾ പറയില്ല ഒരു ജാതി എന്താ പറയുക, പറഞ്ഞു കേൾവി, കേട്ട് കേൾവി, അങ്ങനെ ഒരു മനസ്സിലേക്ക് അങ്ങനെ കേൾക്കുമ്പോൾ ആ ബിഹേവിയർ തന്നെ ഒരു മാറ്റങ്ങൾ വരുന്നു. ഓക്കെ, അവർ മാക്സിമം സപ്പോർട്ടോട് കൂടിയിട്ടൊക്കെ വർക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു. The threat of punishment is known as a negative reinforcement. എന്താണ്, ക്ലിയർ ആയോ? എന്താണ് നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് എന്നുള്ളത്? ഓക്കെ, അപ്പൊ ആ ഒരു ഭയത്തിൽ നിന്നാണ് അവൻ ആ ഒരു ഉദ്ദേശം അല്ലെ, അവനെ കൊണ്ട് പണി ചെയ്യിപ്പിക്കാനായിട്ട് പ്രേരിപ്പിക്കുന്നത്. Negative reinforcement also serve to strengthen desired behavior response leading to their removal or termination. Okay, നമുക്കറിയാം അവരെ നീക്കം ചെയ്യുമോ അല്ലെങ്കിൽ ഒഴിവാക്കാനൊക്കെ സാധ്യതയുണ്ടോ എന്നൊക്കെ ഉള്ള ഒരു ഭയത്തിന്റെ അനുമാനത്തിലാണ് അവനെ അത് ശക്തിപ്പെടുത്തുന്നത്. സോ അതുകൊണ്ട് തന്നെ അവന്റെ പെരുമാറ്റത്തില് ഉദ്ദേശിച്ച കാര്യങ്ങൾ ചെയ്തു തീർക്കാനായിട്ട് അവർ ശ്രമിക്കും എന്നതാണ്. സോ നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് എന്നുള്ള പദം ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. The threat of punishment is known as negative reinforcement. ഓക്കെ, അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് പോവുക. ചെറിയ സെന്റൻസ് ആണെങ്കിലും അത് മനസ്സിലാക്കി എഴുതിച്ച് പഠിക്കുകയാണെങ്കിൽ ആയിട്ടാണ്ട് പഠിക്കാതെ തന്നെ മനസ്സിലാവും അല്ലെ. The threat of punishment is known as negative reinforcement. എന്ന് വെച്ചാൽ എന്നെ മറ്റു ബ്രാഞ്ചിലേക്ക് അല്ലെ, ഇഷ്ടപ്പെടാത്ത ബ്രാഞ്ചിലേക്ക് തട്ടുന്നു അല്ലെങ്കിൽ അകലേക്ക് പോസ്റ്റ് ചെയ്യുന്നു എന്നൊക്കെ ഉള്ള ഒരു ഫീലിങ്സ് വരുന്നത് കൊണ്ട് തന്നെ അവൻ ആത്മാർത്ഥമായിട്ട് ചെയ്യുന്ന ഡ്യൂട്ടികൾ, നൽകിയിരിക്കുന്ന ഡ്യൂട്ടി ആത്മാർത്ഥമായിട്ട് തന്നെ ചെയ്യാനായിട്ട് അവൻ ശ്രമിക്കും എന്നുള്ളത്. ഓക്കെ അല്ലെ, നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് ആണോ? എന്താണ് നമ്മൾ എന്താണ് എവിടെ നിന്നാ തുടങ്ങിയത്? കണ്ടീഷനിങ് തുടങ്ങി, അതിന് റീഇൻഫോഴ്സ്മെന്റ് എന്നുള്ള കാര്യം നമ്മൾ എടുത്ത് പഠിച്ചു. അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കി 4 തരത്തിലുള്ള റീഇൻഫോഴ്സ്മെന്റുകൾ ഉണ്ട്. ഒന്ന് പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ്, അതിൽ നമ്മൾ കണ്ടു പ്രൈമറി റീഇൻഫോഴ്സ്മെന്റ്, പ്രൈമറി ആൻഡ് സെക്കൻഡറി റീഇൻഫോഴ്സ്മെന്റുകൾ കണ്ടു. നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ്. നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് എക്സ്റ്റിങ്ഷൻ. എക്സ്റ്റിങ്ഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? ഇസ് ആൻ എഫക്റ്റീവ് മെത്തേഡ് ഓഫ് കൺട്രോളിംഗ്
അൺഡിസൈറബിൾ ബിഹേവിയർ അല്ലെ, നമ്മൾക്ക് ഇഷ്ടപ്പെടാത്ത ഒരു പെരുമാറ്റ രീതിയാണെങ്കിൽ അവരെ കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കൃത്യമായിട്ടുള്ള ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ് എന്ന് പറയുന്നത് എക്സ്റ്റിങ്ഷൻ എന്നുള്ളത് നമുക്ക് പറയുന്നത്. ഓക്കെ, അതിന്റെ മലയാളം മീനിങ് എന്ന് പറഞ്ഞ വംശനാശം എന്ന് വെച്ചാൽ അത് ഉന്മൂലനം ചെയ്യുക എന്നുള്ളതാണ്. ഇത് റെഫേഴ്സ് ടു നോൺ റീഇൻഫോഴ്സ്മെന്റ്, ഇതിനെ നമുക്ക് നോൺ റീഇൻഫോഴ്സ്മെന്റിൽ നിന്ന് റെഫർ ചെയ്യാം. It is based on the principle that if a response is not enforced, it will eventually disappear. അതായത് അവനെ എന്താണ് ഇതിന്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്, തത്വം എന്ന് പറയുന്നത് അവനെ ഒന്നും പ്രോത്സാഹിപ്പിക്കുകയോ നിരുത്സാഹപ്പെടുത്തുകയോ ഒന്നും ചെയ്യുന്നില്ല, അവനെ ഒഴിവാക്കുക തന്നെയാണ് ചെയ്യുന്നത് അല്ലെ. അത് ഇറ്റ് ഈസ് ഇവൻച്വലി ഡിസപ്പിയർ, അത് ഉന്മൂലനം ചെയ്തു പോവുകയാണ്. ഓക്കെ, അത് വേണ്ടാവുന്ന വെക്കുന്ന ഒരു രീതിയാണ്. അതായത് നമ്മളിപ്പോ ഡ്യൂട്ടി ഒന്നും ചെയ്യാതെ എത്രമാത്രം ബൂസ്റ്റപ്പ് ചെയ്യാൻ ട്രെയിനിങ് കൊടുത്തിട്ടും അവ വർക്ക് ചെയ്യുന്നില്ല, സമയത്തിന് പങ്ക്ച്വാലിറ്റി കീപ്പ് ചെയ്യുന്നില്ല. ഓക്കെ, അങ്ങനെയൊക്കെയുള്ള ബിഹേവിയർ ഉള്ള പേഴ്സൺസിനെ അവരെ കണ്ടിന്യൂ ചെയ്യാനായിട്ട് ഓർഗനൈസേഷൻ ആഗ്രഹിക്കുമോ? അത്യാവശ്യം അല്ലെ, ഇപ്പൊ സാലറി കൊടുക്കാൻ മാത്രം അച്ഛൻ ഉണ്ടാവുള്ളൂ അല്ലെ, അവർ നേരത്തെ വരുന്നുണ്ടാവില്ല അല്ലെ. അപ്പൊ അങ്ങനെ വരുമ്പോഴെന്താണ് അവരെ ഒഴിവാക്കി കളയാൻ തന്നെയായിരിക്കും ഓർഗനൈസേഷന്റെ തീരുമാനം. ഓക്കെ, അതുകൊണ്ടാണ് പറയുന്നത് ഇത് വിൽ ഇവൻച്വലി ഡിസപ്പിയർ, അവരെ കുറച്ചു നാൾ കഴിയുമ്പോഴേക്കും ഒഴിവാക്കുക എന്നുള്ള രീതിയിലേക്കാണ് എത്തുന്നത്. The restriction is a behavior strategy that does not promote desirable behaviors, but can reduce undesirable behavior. Okay, അവരെ ഒന്നും വിചാരിച്ച രീതിയിലേക്ക് ഉയർത്തിക്കൊണ്ട് വരുവാനോ അല്ലെങ്കിൽ അല്ലെ പേടിപ്പിച്ച് അവരെ കൊണ്ട് പണിയെടുപ്പിക്കാനോ അങ്ങനെയൊന്നും ഒരു ചിന്താഗതി വരുന്നില്ല. ഓക്കെ, അവരെ സംബന്ധിച്ച് അവരുടെ പെരുമാറ്റ രീതിയിൽ നിന്ന് പ്രത്യേകിച്ച് ഫലങ്ങളൊന്നും ഇല്ലാത്ത കാരണം കൊണ്ട് തന്നെ അവരെ ഒഴിവാക്കി കളയാനായിട്ടാണ് പരമാവധി ഓർഗനൈസേഷൻ ശ്രമിക്കുക. ഓക്കെ, എക്സ്റ്റിങ്ഷൻ എന്ന് പറയുമ്പോൾ വംശനാശം തന്നെ വരുത്തുക, അതായത് അത് ഉന്മൂലനം ചെയ്ത് കളയുക എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ പോസിറ്റീവ് റീഎൻഫോഴ്സ്മെന്റ് എന്ന് പറയുമ്പോൾ ബൂസ്റ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നു. നെഗറ്റീവ് റീഎൻഫോഴ്സ്മെന്റ് എന്ന് പറയുമ്പോൾ ഒരു ത്രെട്ട്, ഒരു ഭയം കൊടുത്തിട്ട് അവരെ കൊണ്ട് അല്ലെ ജോലി ചെയ്യിപ്പിക്കാനായിട്ട്, അവരെ ആത്മാർത്ഥമായിട്ട് പണിയെടുപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നു. ഇനി നമുക്ക് നോക്കാം പണിഷ്മെന്റ്. അപ്പൊ അത് ഒരു വേറൊരു ഫീലിങ്സ് ആണ് അല്ലെ. പണിഷ്മെന്റ് ചെയ്തിട്ട് അല്ലെ അവർക്ക് എന്താണ് ഡ്യൂട്ടിയിൽ കുറച്ചും കൂടി കോൺസെൻട്രേറ്റ് ചെയ്യിപ്പിക്കാനായിട്ടുള്ള ഒരു രീതിയാണ്. ഇതാണ് പണിഷ്മെന്റിൽ പറയുന്നത്. പണിഷ്മെന്റ് ഈസ് ദ മെത്തേഡ് ഓഫ് എ കൺട്രോൾ എംപ്ലോയിഡ് ഇൻ ഓർഗനൈസേഷൻ ടു ഡിസ്കറേജ് ആൻഡ് റിഡ്യൂസ് അനോയിങ് ബിഹേവിയർ ഓഫ് എംപ്ലോയീസ്. ഓക്കെ, ഇവിടെ ഈ ഒരു രീതിയിൽ പറയുന്നത് അതായത് എന്താണ് മറ്റുള്ളവരെ ഒന്നും ശല്യം ചെയ്യുന്ന ഒരു രീതിയൊക്കെ ഉണ്ടാക്കില്ല, അവരെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഒരു പണിഷ്മെന്റ് കൊടുക്കുക. അതായത് നല്ല രീതിയിൽ വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്തില്ലെങ്കിൽ എന്താണ് അവര് പണിഷ്മെന്റിലൂടെ ചെയ്യിപ്പിക്കുക അല്ലെ, കുറച്ചും കൂടി ഡ്യൂട്ടി ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് അല്ലെ ഓവറോഡ് ഡ്യൂട്ടി കൊടുത്തുകൊണ്ട് ചെയ്യിപ്പിക്കും. അപ്പൊ അവരെന്താണ് ഓക്കെ നമ്മളെ നെക്സ്റ്റ് ഡേ ഏൽപ്പിക്കുന്ന ഡ്യൂട്ടി അത് മാക്സിമം അക്കോർഡിംഗ് ചെയ്യാനായിട്ട് ശ്രമിക്കും. നമ്മള് ആ ഡ്യൂട്ടി ചെയ്ത് ഇന്ന് ഏൽപ്പിച്ചിരിക്കുന്ന ഡ്യൂട്ടി നമ്മൾ ചെയ്ത് തീർത്തില്ലെങ്കിൽ നെക്സ്റ്റ് ഡേ വരുമ്പോ അടുത്ത ഒരു ഡ്യൂട്ടി കൂടി കുറച്ചും കൂടി കൂട്ടി കൊടുക്കുമ്പോൾ എന്താണ് അവർ ഏൽപ്പിച്ചിരിക്കുന്ന ഡ്യൂട്ടി തന്നെ മാക്സിമം ഡ്യൂട്ടി ചെയ്യാനായിട്ട് പിറ്റേ ദിവസം തുടങ്ങി ശ്രമിക്കും അല്ലെ. ഇവിടെ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് മറ്റുള്ളവരെ അല്ലെ കേസ് എംപ്ലോയീസ് മറ്റു എംപ്ലോയീസിനൊക്കെ ശല്യം ചെയ്യുന്നതൊക്കെ ഉണ്ടായിട്ട് തീർച്ചയായിട്ടും എന്താണ് നമ്മുടെ ഓർഗനൈസേഷൻ തന്നെ പണിഷ്മെന്റ് കൊടുത്ത് അത്തരത്തിലുള്ള പ്രവർത്തികളെ ഒഴിവാക്കി കളയുന്ന ഒരു രീതിയാണ് അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യുന്ന ഒരു രീതിയാണ് എന്തെന്ന് പറയുന്നത് പണിഷ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ മൂന്നാല് രീതിയിൽ നമ്മൾ ഓർഗനൈസേഷൻ ബിഹേവിയർ മനസ്സിലാക്കിയെടുക്കുക. തൊഴിലാളികളാണെങ്കിൽ വരുന്നിരിക്കുന്ന തൊഴിലാളികളെ നിന്ന് അവരുടെ പ്രകടനത്തിൽ നിന്ന് അല്ലെ അവരുടെ പെർഫോമൻസിൽ നിന്ന് പഠിച്ചിട്ട് അവരെ കൃത്യമായിട്ട് തന്നെ മനസ്സിലാക്കി. ഇപ്പൊ കേസ് ഇവിടെയും പണിഷ്മെന്റിന്റെ കാര്യത്തിലൊക്കെ ആണെങ്കിലും എക്സാമ്പിൾ ആണ്. ഇപ്പൊ ചെറിയ കുട്ടികളൊക്കെ ആണെങ്കിലും നമുക്കറിയാം അല്ലെ, തീരെടുത്ത് ഇപ്പൊ ഒരു മെഴുകുതിരി കത്തിച്ചിട്ട് നമ്മൾ അവരെ തല്ലിക്കെടുത്താനൊക്കെ അവരെ പൊള്ളാനൊക്കെ ആയിട്ടുള്ള ടെൻഡൻസി ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ പാരന്റ്സ് അവരെ തല്ലും അല്ലെ, ചെയ്യരുത് എന്ന് തന്നെ പറയും. കാരണം അവരെ തല്ലിയിട്ട് ഓക്കെ അപ്പൊ പണിഷ്മെന്റിനെ ഭയന്നിട്ട് എന്ത് ചെയ്യും അവര് ആ തീരെടുത്തേക്കൊക്കെ പോവാതിരിക്കാനായിട്ട് ശ്രമിക്കും. എന്ന് പറഞ്ഞ മാതിരി തന്നെ പണിഷ്മെന്റ് എന്ന് പറയുമ്പോൾ എന്താണ് അവിടെ ഏൽപ്പിച്ചിരിക്കുന്ന ഡ്യൂട്ടി ചെയ്യുന്നതിന് പകരം വേറെ സമയമൊക്കെ വേറെ കാര്യത്തിലൊക്കെ ചെലവഴിക്കാൻ പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും അവർക്ക് വേറെ അഡീഷണൽ ഡ്യൂട്ടി കൊടുക്കുകയോ അല്ലെങ്കിൽ അവരെന്തെങ്കിലുമൊക്കെ പണിഷ്മെന്റ് ഒക്കെ ഏൽപ്പിക്കുകയൊക്കെ ചെയ്യും. അപ്പൊ സോ അതുകൊണ്ട് തന്നെ എന്താണ് അവര് ആ കൃത്യമായിട്ടുള്ള സമയം മാക്സിമം യൂട്ടിലൈസേഷനോട് കൂടിയിട്ട് അവർക്ക് തന്നെ വർക്ക് ചെയ്യാനായിട്ട് അവര് താല്പര്യമുണ്ട്. ക്ലിയർ അല്ലേ? പണിഷ്മെന്റ് ക്ലിയറോ? ഓക്കെ, അപ്പൊ 4 കാര്യങ്ങളാണ് നമ്മൾ ഇതിലെ പഠിച്ചത്. എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? ജസ്റ്റ് വായിച്ചു നോക്കാം.
യാണോ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടോ എടുത്തതില്? ക്വസ്റ്റ്യൻസ് ആണെങ്കിലും ജസ്റ്റ് ഞാൻ പറഞ്ഞു ആ ഒരു കാര്യങ്ങൾ എന്താണ് ഡെഫിനിഷൻ പാരന്റൽ ഡിഫൈൻ എന്താണ്, അതല്ലെങ്കിൽ റീഇൻഫോഴ്സ്മെന്റ് എന്താണ്, അതേപോലെ പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്, അതേപോലെ നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ്, അതൊക്കെ ഒരു ചെറിയൊരു സെന്റൻസ് ഒക്കെ തന്നെയാണ്. അതൊക്കെ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കാം. then എന്തൊക്കെ ഡിവിഷൻ ആണോ ഉള്ളതെന്നുള്ളത് ഓർത്ത് വെക്കുക. അതായത് പാരന്റൽ കണ്ടീഷനിൽ മോസ്റ്റ്ലി നമുക്കറിയാം പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ്, നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് എന്നുള്ള രീതിയിൽ ഈ റീഇൻഫോഴ്സ്മെന്റ് സ്ട്രാറ്റജീസിനെ കൈകാര്യം ചെയ്താൽ അല്ലെ ഇത് നമ്മള് എന്താണ് ശക്തിപ്പെടുത്തുന്ന ആ പ്രവർത്തനം, ആ ഒരു തന്ത്രത്തിനെ കൈകാര്യം ചെയ്യുന്നുണ്ട്. പോസിറ്റീവ് ഞാൻ പറഞ്ഞ എക്സാമ്പിളോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന എക്സാമ്പിളോ വെച്ചിട്ട് അത് നോട്ട് ചെയ്ത് വെക്കാം. അപ്പൊ ജസ്റ്റ് വായിക്കുമ്പോൾ നിങ്ങൾക്ക് അത് പെട്ടെന്ന് തന്നെ ഗ്രഹിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ക്ലിയർ അല്ലേ? അടുത്തതിലേക്ക് പോകാം. എന്തെങ്കിലും ഡൗട്ട്? രണ്ട് മൂന്ന് പേര് കാര്യമായിട്ട് പ്രതികരിക്കാണ്ട് എന്തെങ്കിലുമൊക്കെ ഡൗട്ടുകൾ എന്തെങ്കിലും ചോദിക്കാം. നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് ഒബ്സർവേഷണൽ ലേണിംഗ് ആണ്. ഒബ്സർവേഷണൽ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം എന്താണ് അത് നിരീക്ഷിക്കുക, നിരീക്ഷണത്തിൽ നിന്ന് പഠിക്കുക. ഇപ്പൊ നമ്മളെ കണ്ടു പെരുമാറ്റത്തിൽ നിന്ന് പഠിച്ചു അല്ലെ, അവരുടെ ബിഹേവിയറിൽ നിന്ന് പഠിച്ചു. ഇനി അവരെ മൊത്തത്തില് നിരീക്ഷണത്തിന് വിധേയമാക്കിയിട്ട് അല്ലെ അതിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ പഠിക്കുക എന്നുള്ളതാണ്. നമുക്ക് എന്താണ് ഒബ്സർവേഷണൽ ലേണിംഗ് എന്ന് പറയുന്നത്? ഒബ്സർവേഷണൽ ലേണിംഗ് റിസൾട്ട് ഇൻ വാച്ചിങ് ദ ബിഹേവിയർ ഓഫ് അനദർ പേഴ്സൺ ആൻഡ് അപ്രൈസിംഗ് ദ കോൺസിക്വൻസ് ഓഫ് ദാറ്റ് ബിഹേവിയർ. അതായത് വാച്ച് ചെയ്തിട്ട് അവർ അപ്രൈസ് ചെയ്യുന്നു. മറ്റേത് നമ്മൾ എന്താ കണ്ടത്, അവരുടെ ബിഹേവിയർ മനസ്സിലാക്കിയതിന് ശേഷം അത് പഠിച്ച് അല്ലെ അവർക്ക് കുറച്ചും കൂടി എന്തെങ്കിലും ബൂസ്റ്റപ്പ് ചെയ്താൽ കിട്ടുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ ആലോചിച്ച് തന്ത്രപരമായ രീതിയിൽ ഒരു സ്ട്രാറ്റജി അല്ലെ നമ്മൾ മാനിപ്പുലേറ്റീവ് ആയുള്ള രീതിയിലാണ് ക്രിയേറ്റ് ചെയ്തത്. എന്ന് വെച്ചാൽ തന്ത്രപരമായിട്ടുള്ള രീതിയിലൊക്കെ അവർക്ക് കൊടുക്കുകയാണ് ചെയ്തത് അല്ലെ. അപ്പൊ അങ്ങനെ വന്നപ്പോഴാണ് അവര് കൃത്യമായിട്ടുള്ള റിസൾട്ട്. ഏതാണ്ട് അതുപോലെയൊക്കെ തന്നെയാണ് അവരുടെ ബിഹേവിയറിൽ ചേഞ്ചസ് വരുത്താൻ വേണ്ടിയിട്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ലേണിംഗ് ആയിട്ട് വരുന്നത്. അപ്പൊ ഒബ്സർവേഷൻ ലേണിംഗിലും എന്താണ് അതുപോലെ തന്നെ ബിഹേവിയർ വാച്ച് ചെയ്യുക, നിരീക്ഷിക്കുക. അതിൽ നിന്നും അല്ലെ മറ്റൊരു പേഴ്സൺ ആണ് അത് നിരീക്ഷിക്കുന്നത്. അതിൽ നിന്നും എന്താണ് നന്നായിട്ടുണ്ട് എങ്കിൽ അപ്രൈസ് ചെയ്യുക അല്ലെ, അവരെ എഴുതിക്കൊണ്ടുവരിക. അതിന്റെ ഫലമായിട്ട് നമുക്കറിയാം അതിന്റെ റിസൾട്ടുകൾ നമുക്ക് ഗെയിൻ ചെയ്യാനായിട്ട് സാധിക്കും. It does not require an overt response. അവിടെ പ്രധാനമായിട്ടും റെസ്പോൺസിൽ നിന്നല്ല അവിടെ ആഗ്രഹിക്കുക റിക്വയർ ചെയ്യുന്നില്ല. Then Mr. X observed that Y is the reward for a superior performance. Then X learns that X learns the positive relationship between performance and the reward without actually obtaining the reward himself. ഓക്കെ, നമുക്ക് അവിടെ തീർച്ചയായിട്ടും ഒരു എക്സാമ്പിൾ വരുന്നുണ്ട്. അതായത് എക്സ് നിരീക്ഷിക്കുക, അതായത് വൈ ഇസ് റിവാർഡ് ഫോർ സുപ്പീരിയർ പെർഫോമൻസ്. അവിടെ നല്ല പെർഫോമൻസിന്റെ പ്രകടനം കാഴ്ചവെക്കുന്നത് കൊണ്ടാണ് അവർക്ക് റിവാർഡുകൾ കൊടുക്കാന്നുള്ള ഒരു രീതിയിലേക്ക് അല്ലെങ്കിൽ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ബന്ധത്തിലേക്ക് നമ്മൾ കൊണ്ടുവരുന്നത്. അതിന്റെ പരിണത ഫലമായിട്ടാണ് റിവാർഡുകൾ ലഭ്യമാക്കി കൊടുക്കുന്നത് അല്ലെ. വിത്തൗട്ട് ആക്ച്വലി ഒബ്റ്റെയിനിങ് ദ റിവാർഡ് ഹിംസെൽഫ്, അവൻ സ്വമേധയാ ആ റിവാർഡ് നമ്മൾ നേരിട്ടല്ല. ഇൻ കേസ് അവന്റെ നിരീക്ഷണത്തിൽ നിന്ന് അവർക്ക് സമ്പാദിച്ചു കൊടുക്കുന്ന ഒരു കാര്യമാണ് അല്ലെ. ഒബ്സർവേഷൻ ലേണിംഗ് പ്ലേസ് എ ക്രിട്ടിക്കൽ റോൾ ഇൻ മോഡിഫൈയിങ് ബിഹേവിയേഴ്സ് ഇൻ ദ ഓർഗനൈസേഷൻസ്. ഓക്കെ, ചിലപ്പോ വേണമെങ്കിൽ ഒരു വലിയ എന്താ പറയുക ചലഞ്ചസ് ഒക്കെ വരികയാണ്, അത് വെല്ലുവിളികളൊക്കെ വരികയാണ്. അപ്പൊ അങ്ങനെ വരുന്ന സാഹചര്യത്തില് തീർച്ചയായിട്ടും അതിനെ ഫേസ് ചെയ്യാനായിട്ട് എല്ലാവരും ചിലപ്പോ ഒരുങ്ങിയത് വരില്ല. കാരണം എല്ലാവർക്കും ചില പുതിയ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ക്യാച്ച് ചെയ്ത് അല്ലെ നമ്മുടെ വർക്കിനോട് കൂട്ടിച്ചേർത്ത് കൊണ്ടുപോകാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ചില കാര്യത്തിലേക്ക് മുൻകൈയിടും അല്ലെ. അത് പറ്റിയില്ലെങ്കിൽ നമുക്ക് ശ്രമിച്ചു നോക്കാമെന്നുള്ളൊരു മൈൻഡോട് കൂടിയിട്ട് അല്ലെ, പറ്റിയില്ലെങ്കിൽ എന്നല്ല ഒരു ശ്രമം അല്ലെ, അവരെ പരമാവധി ശ്രമിക്കാനായിട്ടുള്ള ഒരു ടെൻഡൻസി കാണിക്കും അല്ലെ. അപ്പൊ അങ്ങനെ വരുമ്പോഴെന്താണ് അതിനെ അപ്രീസിയേറ്റ് ചെയ്യാനൊക്കെ ആയിട്ട് വാച്ച് ചെയ്യുന്ന പേഴ്സൺസ് തീർച്ചയായിട്ടും എന്താണ് അവർക്ക് ഒരു കോംപ്ലിമെന്റ് ഒക്കെ കൊടുക്കും. ഓക്കെ, അങ്ങനെ വരുമ്പോഴെന്താണ് അവര് മാക്സിമം അല്ലെ ഞാൻ ഉദ്ദേശിച്ച കാര്യത്തിലേക്ക് ഞാനിപ്പോ ഒരു പുതിയ ചലഞ്ചുകൾ ഫേസ് ചെയ്യാനായിട്ട് എടുത്ത തീരുമാനം അത് കുറച്ചും കൂടി
അല്ലെ കുറച്ചും കൂടി കോൺഫിഡൻസോട് കൂടിയിട്ട് ഓക്കെ ഒരു ആത്മധൈര്യവും ഒരു പ്രോത്സാഹനം കിട്ടുമ്പോഴെന്താണ് അത് കുറച്ചും കൂടി ആത്മാർത്ഥമായിട്ട് ചെയ്യാനായിട്ടുള്ള ഒരു ടെൻഡൻസി അവനെ ഫീൽ ചെയ്യും. സോ അത് ഒബ്സർവേഷൻ ലേണിംഗ് എന്നാണ്. അവനെ നിരീക്ഷിച്ചതുകൊണ്ട് അവൻ ചെയ്യുന്ന പ്രവൃത്തിയിൽ കുറച്ച് കൊടുക്കുന്ന ഒരു കോംപ്ലിമെന്റ് ആണ്. സോ അതിൽ നിന്നും ആ വ്യക്തിക്ക് കിട്ടുന്ന ഉദ്ദേശത്തിന്റെ ഫലമായിട്ട് അവൻ എന്താണ് മാക്സിമം അപ്പോഴോട് കൂടിയിട്ട് വർക്ക് ചെയ്യാനായിട്ടുള്ള ഒരു ടെൻഡൻസി കാണിക്കും. അത് പ്രകടമാണ്. സോ അതാണ് ഒബ്സർവേഷൻ ലേണിംഗ്. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി പോവുക. അതായത് ആ ഒരു ഒബ്സർവേഷൻ ലേണിംഗ് എന്താന്നുള്ള പോയിന്റ് നിങ്ങൾ ഫസ്റ്റ് ആയിട്ട് നോട്ട് ചെയ്ത് പഠിച്ചു പോവുക. ഒബ്സർവേഷൻ ലേണിംഗ് റിസൾട്ട് ഇൻ വാച്ചിങ് ദ ബിഹേവിയർ ഓഫ് അനദർ പേഴ്സൺ ആൻഡ് അപ്രൈസിംഗ് ദ കോൺസിക്വൻസ് ഓഫ് ദാറ്റ് ബിഹേവിയർ. എന്ന് വെച്ചാൽ വാച്ച് ചെയ്യുക, അതിന്റെ പരിണത ഫലമായിട്ട് അവർക്ക് ആവശ്യമായിട്ടുള്ള അപ്രൈസിനൊക്കെ ലഭ്യമാക്കി കൊടുക്കുക എന്നുള്ളതാണ് എന്താണ് ഒബ്സർവേഷൻ ലേണിംഗിന്റെ എടുത്തു പറയുന്നത്. ഓക്കെ, ജസ്റ്റ് വായിച്ചു നോക്കാം. Okay, മനസ്സിലാക്കിയോ? എന്താ പറയേണ്ടതുണ്ടോ? ക്ലിയറാവാത്തതുണ്ടോ? ഒബ്സർവേഷൻ ലേണിംഗ് എന്ന് പറയുമ്പോൾ ആക്ച്വലി നമുക്കറിയാം ഇത് ഡസ് നോട്ട് റിക്വയർ ആൻ ഓവേർട്ട് റെസ്പോണ്ട്. അല്ലെ, തീർച്ചയായിട്ടും ചില കാര്യങ്ങളിൽ നമുക്കറിയാം ഈ ചലഞ്ചസ് എല്ലാവരും ഏറ്റെടുക്കാനായിട്ട്, പുതിയ ചലഞ്ചസ് വരുമ്പോൾ എല്ലാവരും ഏറ്റെടുക്കാനായിട്ട് തയ്യാറാവില്ല. അല്ലെ, അപ്പൊ ഏറ്റെടുക്കുന്നവർക്ക് അറിയാം എന്തായാലും നമ്മളെ എന്താണ് അപ്രിസിയേറ്റ് ചെയ്യും എന്നുള്ളൊരു ടെൻഡൻസി കൂടി ഉണ്ട്. അല്ലെ, അപ്പൊ ആ ഒരു മനോഭാവം കൂടി ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും നമുക്കറിയാം റിസ്ക് എടുത്ത് വരുന്നവർക്ക് ഒരു അപ്രിസിയേഷൻ തീർച്ചയായിട്ടും എന്താണ് അവിടെ മാനേജ്മെന്റിന്റെ ഭാഗത്ത് നിന്നുണ്ടാവും. അല്ലെ, അതുകൊണ്ട് തന്നെയാണ് അവർ പറയുന്നത് മിസ്റ്റർ എക്സ് ആ ഒരു എക്സാമ്പിളില് അതാണ് പ്രധാനമായിട്ട് പറയുന്നത്. X observe that by is a reward for the superior performance. Okay, അത് നിരീക്ഷിക്കുകയാണ് ആ ഒരു റിവാർഡ് അല്ലെ, superior performance ന്റെ റിവാർഡ് ലഭ്യമാകും. അല്ലെ, X learns the positive relationship between performance and reward without actually obtaining the reward himself. Okay, അവൻ ആക്ച്വലി എന്താണ് ചിലപ്പോൾ വേണമെങ്കിൽ ആ ചലഞ്ചസ് ചിലപ്പോൾ ഫുൾഫില്ല് ചെയ്ത് അവനെ ചിലപ്പോൾ പ്രകടമാക്കി കാണിച്ചു കൊടുക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല. എങ്കിൽ കൂടി അവൻ സ്റ്റാർട്ടിങ്ങിൽ ഇറങ്ങി തന്നപ്പോ തന്നെ അല്ലെ അവൻ ഇറങ്ങാനുള്ള ആ ഒരു കോൺഫിഡൻസ് ഉണ്ടായല്ലോ എന്നുള്ള മനോഭാവത്തിൽ തന്നെ എന്താണ് അവർക്ക് റിവാർഡുകളൊക്കെ അപ്രിസിയേഷനൊക്കെ ലഭ്യമാക്കി കൊടുക്കും. അതാണ് ഒബ്സർവേഷൻ ലേണിംഗിൽ വരുന്നത്. അല്ലെ, അവിടെ വലിയ ചെയ്യില്ല എങ്കിലും നേരത്തെ കൂട്ടി അവൻ ഇറങ്ങാൻ കാണിച്ച ടെൻഡൻസിൽ അവർക്ക് അല്ലെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു റിവാർഡ്, അതായത് ഒബ്സർവേറ്റ് ചെയ്യുന്നതനുസരിച്ചിട്ട് തന്നെയുള്ള ഒരു റിവാർഡ് അവർക്ക് ലഭ്യമാക്കി കൊടുക്കുന്നത് ഫീൽ ചെയ്യാനായിട്ടുള്ള മനോഭാവം ഉണ്ടാവും. ഓക്കെ, ഇതല്ലേ അപ്പൊ ജസ്റ്റ് ആ ഒരു സെന്റൻസിനോട്ടേക്ക് പോവാം. ഒബ്സർവേഷൻ ലേണിംഗ് റിസൾട്ട് ഇൻ വാച്ചിങ് ദ ബിഹേവിയർ ഓഫ് എ പേഴ്സൺ ഓഫ് അനദർ പേഴ്സൺ ആൻഡ് അപ്രൈസിംഗ് ദ കോൺസിക്വൻസ് ഓഫ് ദാറ്റ് ബിഹേവിയർ. ക്ലിയർ ആണോ? പിന്നെ അടുത്തത് എല്ലാം ഒന്ന് ജസ്റ്റ് വായിച്ചു നോക്കുക. ഏതെങ്കിലും ഭാഗത്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. നമ്മൾ ഇന്ന് അടുത്തത് ഒപ്പാരന്റ് കണ്ടീഷനിങ് ആണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഞാൻ അൺമ്യൂട്ട് ആക്കിയിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ട്? ക്ലിയർ ആണ്. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു.